ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് എന്നെ വളരെ നൊമ്പരപ്പെടുത്തിയ ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ അത് കേരളത്തിൽ നിന്നും മുംബൈയിൽ നിന്നും വന്നതാണ്. ഒരു സൈബർ പ്രശ്നമാണ്. മുംബൈയിൽ ഒരു യുവതിയെ സമ്മർദ്ദം ചെലുത്തി 2-3 ദിവസങ്ങൾ സമ്മർദ്ദം ചെലുത്തി അവരുടെ മാനത്തിന് വില പറഞ്ഞ് തുണി ഉരിഞ്ഞ് പരിശോധന നടത്താൻ വിർച്വൽ അറസ്റ്റിൻ്റെ പേരിൽ സൈബർ അറ്റാക്കിൻ്റെ പേരിൽ കഴിഞ്ഞു എന്നുള്ളതാണ്. കേരളത്തിൽ അത് ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്ന സൈബർ പോരാളികൾക്കും സൈബർ അക്രമകാരികൾക്കും സൈബർ കുറ്റകൃത്യം ചെയ്യുന്ന ആളുകൾക്കും സംരക്ഷണവും സഹായവും നൽകാൻ കേരളത്തിലെ കുറച്ച് വിദ്യാർത്ഥികൾ തയ്യാറായിട്ടുണ്ട് എന്നുള്ള വാർത്തയും രാവിലെ വന്നു. ഇത് രണ്ടുമാണ് ഇന്നത്തെ വാർത്താപ്പകൽ എന്നെ ഏറ്റവും നൊമ്പരപ്പെടുന്നതും അത്ഭുതപ്പെടുന്നതും. പ്രൈം ടൈം ആരംഭിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. ആലപ്പുഴയിൽ അസാധാരണ വൈകല്യത്തോടെ കുഞ്ഞു പിറന്ന സംഭവത്തിൽ ഡോക്ടേഴ്സിനെ സംരക്ഷിച്ച് അന്വേഷണ റിപ്പോർട്ട്. ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്നും അനോമലി സ്കാനിങ്ങിൽ ഗുരുതര വൈകല്യങ്ങൾ മാത്രമേ കണ്ടെത്താൻ കഴിയുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ അന്വേഷണ റിപ്പോർട്ട് മന്ത്രിക്ക് കൈമാറി. ആരോപണ വിധേയരായ ഡോക്ടേഴ്സിനെതിരെ കടുത്ത നടപടി ഉണ്ടാകാൻ സാധ്യതയില്ല. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേരുകയാണ്. പ്രതീഷ്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. നമുക്ക് ഈ റിപ്പോർട്ട് എപ്പോഴാണ് ലഭിച്ചത്? ഈ റിപ്പോർട്ടിൽ കാര്യമായി എന്തെങ്കിലും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തൊക്കെയാണ് താങ്കളുടെ വെളിപ്പെടുത്തൽ? SKN ആലപ്പുഴയിൽ അസാധാരണമായ വൈകല്യത്തോടെ നവജാത ശിശു ജനിച്ച സംഭവത്തിലാണ് ആരോഗ്യമന്ത്രി വിദഗ്ധ അന്വേഷണത്തിന് നിർദ്ദേശിച്ചത്. ഈ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് അല്പം മുമ്പാണ് ആരോഗ്യമന്ത്രിക്ക് കൈമാറിയത്. ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് പരിശോധന നടത്തിയത്. ഇതിൽ ആരോപണ വിധേയരായ ഡോക്ടർമാർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകില്ല എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ അഡീഷണൽ ഡയറക്ടർ ആരോഗ്യമന്ത്രിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലെ ചില പ്രസക്ത ഭാഗങ്ങൾ കൂടി ഇപ്പോൾ 24-ലൂടെ പുറത്തുവിടുകയാണ്. അതായത് ഈ ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ചകൾ സംഭവിച്ചിട്ടില്ല എന്നതാണ് പ്രധാനമായും ഈ റിപ്പോർട്ടിലെ കണ്ടെത്തൽ. കാരണം ഈ സ്കാനിങ്ങിൽ ഗുരുതരമായ വൈകല്യങ്ങൾ കണ്ടെത്താൻ കഴിയില്ല എന്നതാണ് ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ നൽകിയ റിപ്പോർട്ട്. ഈ 20 ആഴ്ചയിൽ നടത്തുന്ന അനോമലി സ്കാനിങ്ങിൽ ഗുരുതര വൈകല്യങ്ങൾ മാത്രമാണ് കണ്ടെത്താൻ കഴിയുന്നത്. മൈനർ വൈകല്യങ്ങൾ, ജനിതക വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ കഴിയില്ല എന്നതാണ് പ്രധാനമായും ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്ന കാര്യം. പക്ഷേ ഡോക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ചെറിയ വീഴ്ചയായി ചൂണ്ടിക്കാണിക്കുന്നത് രക്ഷിതാക്കളോട് ആശയവിനിമയം നടത്തുന്നതിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. കാരണം ഈ ഗർഭസ്ഥാവസ്ഥയിൽ ഇരിക്കുന്ന യുവതിയോട് അതിൻ്റെ അപകട സാഹചര്യങ്ങൾ ഉൾപ്പെടെ പറയുന്നതിൽ, അല്ലെങ്കിൽ ആ ഒരു ഏതെങ്കിലും തരത്തിൽ അപകടങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിൽ ഡോക്ടർമാർക്ക് വീഴ്ചയുണ്ടായിട്ടുണ്ട്. കൃത്യമായ ഒരു ആശയവിനിമയം ഈ യുവതിയോടോ അല്ലെങ്കിൽ ബന്ധുക്കളോടോ ഡോക്ടർമാർ നടത്തിയിട്ടില്ല എന്ന ഫൈൻഡിങ് കൂടി ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നിലവിൽ ആരോഗ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കും ഈ റിപ്പോർട്ട് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്. കാര്യം മാത്രമല്ല, ഈ കുട്ടിയുടെ വൈകല്യങ്ങൾ പരിഹരിക്കുന്നതിനുള്ള തുടർ ചികിത്സയ്ക്ക് പ്രത്യേക മെഡിക്കൽ സംഘം രൂപീകരിക്കണമെന്ന് കൂടി ഈ റിപ്പോർട്ടിൽ ശുപാർശയുണ്ട്. മാത്രമല്ല, ഇത്തരത്തിൽ തുടർന്നും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കൃത്യമായൊരു മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കണം. അത് ആരോഗ്യ പ്രവർത്തകർക്ക് ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ അവബോധം നൽകണം. അതിന് കൃത്യമായൊരു ഗൈഡ് ലൈൻ ആരോഗ്യ വകുപ്പ് തന്നെ പുറത്തിറക്കണമെന്നുള്ള ഒരു ശുപാർശ കൂടിയാണ് ഈ റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്ന കാര്യം. അതായത് ഡോക്ടർമാർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറുടെ ഈ റിപ്പോർട്ടിൽ നിന്ന് പ്രധാനമായും വ്യക്തമാക്കാൻ കഴിയുന്ന കാര്യം. പക്ഷേ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് കുടുംബം ഉന്നയിക്കുന്നത്. കാരണം കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് പലതവണ പരിശോധനകൾ, സ്കാനിങ് നടത്തിയെങ്കിലും ഇത്തരത്തിൽ വൈകല്യമുണ്ട് എന്ന് അറിയിച്ചില്ല എന്നതാണ് പ്രധാനമായും കുടുംബത്തിൻ്റെ ആരോപണം. പക്ഷേ സാങ്കേതിക വശങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഇപ്പോൾ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. അസാധാരണമായി ഉണ്ടായ ചില ജനിതക വൈകല്യങ്ങളാണ് കുട്ടിക്ക് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, തുടർ ചികിത്സ നൽകിയാൽ ഇത് ഒരു പരിധിവരെ മാറ്റാൻ കഴിയുമെന്ന് കൂടി ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നേരത്തെ ഈ 2 ഡോക്ടർമാർക്കെതിരെ, അതായത് ഇതുമായി ബന്ധപ്പെട്ട സ്കാനിംഗ് നടത്തിയ 2 സ്ഥാപനങ്ങൾക്കും ആ സ്ഥാപനങ്ങളിലെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് നേരത്തെ കേസെടുക്കുകയും വിശദമായ അന്വേഷണം നടത്തുകയും ചെയ്തത്. പക്ഷേ ആ സ്കാനിംഗ് സെന്ററുകളുടെ ഭാഗത്ത്
ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. കൃത്യമായ മാനദണ്ഡങ്ങൾ ഇല്ലാതെയാണ് ആ സ്കാനിംഗ് സെന്ററുകൾ പ്രവർത്തിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അത് പൂട്ടിക്കുകയും അതിൻ്റെ രജിസ്ട്രേഷൻ ഉൾപ്പെടെ റദ്ദാക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ യുവതിയെ ചികിത്സിച്ച 2 ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് വീഴ്ചകൾ സംഭവിച്ചിട്ടില്ല. ആശയവിനിമയം നടത്തുന്നതിൽ ചെറിയ ഈ പോരായ്മകൾ മാത്രമാണ് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. SK. ഓക്കെ, MG പ്രതീക്ഷാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ റിപ്പോർട്ടിൻ്റെ മേൽ കടുത്ത നടപടിയെടുക്കാനുള്ള സാധനമൊന്നും ഈ റിപ്പോർട്ടിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വടക്കൻ കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ കാര്യമായി മഴ പെയ്യുന്നുണ്ട്. സംസ്ഥാനത്ത് ശക്തമായ മഴ ഇനിയും തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ടാണ്. ഇന്നലെ രാത്രിയും ഇന്ന് പകലും പെയ്ത മഴയിൽ സംസ്ഥാനത്ത് പലയിടത്തും കെടുതികളുണ്ടായി. വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമാണ് ഇന്നലെ രാത്രി മുതൽ മഴ ശക്തമായത്. കോഴിക്കോട് ജില്ലയിലെ പലയിടത്തും ഉച്ചവരെ ശക്തമായ മഴ പെയ്തു. മലപ്പുറം ജില്ലയിൽ ചിലയിടങ്ങളിൽ ശക്തമായ മഴ പെയ്തെങ്കിലും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ്. നീലഗിരിയിൽ മഴ തുടരുന്നതിനാൽ മലപ്പുറം വഴിക്കടവിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി. പുന്നപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ പുഞ്ചക്കൊല്ലി, അളയ്ക്കൽ ആദിവാസി നഗറുകൾ ഒറ്റപ്പെട്ടു. തൃശൂർ കുന്നംകുളത്ത് ശക്തമായ മഴയിൽ മരക്കൊമ്പൊടിഞ്ഞ് ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ വീണ് ഡ്രൈവർക്ക് പരിക്കേറ്റു. ഏറെ നേരം ഭാഗികമായി വാഹനഗതാഗതം തടസ്സപ്പെട്ടു. മാളയിൽ പുത്തൻചിറയിൽ ശക്തമായ മഴയിൽ വീടിന്റെ അടുക്കള വശത്തേക്ക് കരിങ്കൽ ഭിത്തി ഇടിഞ്ഞു വീണു. ഇന്നലെ രാത്രി ശക്തമായ മഴ പെയ്തതോടെ കോട്ടയം ജില്ലയിലെ പലയിടങ്ങളിലും വെള്ളം കയറി. പുതുപ്പള്ളി, കൈതപ്പാലം ഭാഗത്ത് നിരവധി കുടുംബങ്ങളെ ഒഴിപ്പിച്ചു. കോട്ടയം, ചങ്ങനാശ്ശേരി താലൂക്കുകളിലായി 2 ക്യാമ്പുകൾ തുറന്നു. ഈരാറ്റുപേട്ട വാഗമൺ റോഡിൽ രാത്രികാല യാത്ര നിരോധിച്ചു. പുനലൂർ, മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ വീടിന്റെ മതിൽ ഇടിഞ്ഞു വീണു. തലനാരിഴയ്ക്കാണ് വൻ അപകടം ഒഴിവായത്. എറണാകുളം ജില്ലയിലെ അങ്കമാലി, കാലടി, വടക്കൻ പറവൂർ മേഖലകളിലും രാവിലെ ശക്തമായ മഴ തുടർന്നു. മഴക്കെടുതി നേരിടാൻ സംസ്ഥാനം സജ്ജമെന്ന് മന്ത്രിമാരായ കെ രാജനും MB രാജേഷും അറിയിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ഓരോ സ്ഥലത്തും പെയ്യുന്ന മഴയുടെ കാര്യം പറഞ്ഞ് പ്രേക്ഷകർ അന്വേഷണം തുടങ്ങി. പല ആൾക്കാരും അവധിയുണ്ടോ എന്ന് ചോദിക്കുന്നു. പല സ്ഥലത്തും നല്ല ഹെവി റെയിൻ ആണെന്ന് ഒരുപാട് പ്രേക്ഷകർ നമ്മളെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവധിയുടെ കാര്യമൊക്കെ നമുക്ക് പറയാം. എവിടെയെങ്കിലും അവധി ഉണ്ടോ എന്ന് ഞാൻ ആദ്യം ഒന്ന് അന്വേഷിക്കട്ടെ. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം വന്നു. 5 ജില്ലകളിൽ വീതം റെഡ് അലർട്ടും ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കാസർഗോഡ്, തൃശ്ശൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധിയായിരിക്കും. കാസർഗോഡും തൃശ്ശൂരിലും. സംസ്ഥാന അതിർത്തിയായ തമിഴ്നാട് ജില്ലകളിൽ കനത്ത മഴ പെയ്തതോടെ മലപ്പുറം ജില്ലയിലെ പുഴകളിൽ ജലനിരപ്പ് കാര്യമായി ഉയർന്നിട്ടുണ്ട്. രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് ചേരും. അതുപോലെ മലപ്പുറത്ത് നിന്ന് ബിപിൻ സി വിജയനും ചേരുന്നു. രാഹുൽ, കോഴിക്കോട് നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോഴും കോഴിക്കോടും പരിസര ജില്ലകളിലുമൊക്കെ തന്നെ കാര്യമായി മഴ പെയ്യുകയാണോ? SK, ആദ്യം തന്നെ വിദ്യാർത്ഥികളും അവരുടെ മാതാപിതാക്കളും കാത്തിരിക്കുന്ന വിവരം തന്നെ ആദ്യം തന്നെ പറയാം. തൃശ്ശൂർ, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. പ്രൊഫഷണൽ കോളേജുകൾ, അംഗനവാടികൾ ഉൾപ്പെടുന്ന മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്നാണ് ജില്ലാ കളക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല എന്നും ജില്ലാ കളക്ടർമാർ അറിയിക്കുന്നു. അതുകൊണ്ട് മറ്റ് ജില്ലകളിലെ വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകാൻ തയ്യാറാകണം എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയുവാനുള്ളത്. ഇനി മറ്റ് പൊതുവായ വിവരങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ, ഞാനിപ്പോൾ നിൽക്കുന്ന കോഴിക്കോട് ഉൾപ്പെടെ വിവിധ ജില്ലകളിൽ ഇപ്പോൾ മഴ തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറത്തുവിട്ട വിവരം പ്രകാരം കാസർഗോഡ്, കണ്ണൂർ, വയനാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലാണ് റെഡ് അലർട്ട് നിലനിൽക്കുന്നത്. പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് ഇന്നുള്ളത്. നാളെ ഒരു ജില്ലയിലും റെഡ് അലേർട്ട് ഇല്ല എന്നതാണ് ആശ്വാസകരമായ കാര്യം. അതേസമയം കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് നാളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി കോഴിക്കോട് ജില്ലയിലെ മറ്റു വിവരങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ, ഇന്നലെ ആരംഭിച്ച ശക്തമായ മഴ ഇടവിട്ട് ഇപ്പോഴും തുടരുകയാണ്. അതിന്റെ ഭാഗമായി ചില നിയന്ത്രണങ്ങൾ ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് പ്രധാനമായും ഇതൊക്കെയാണ്. അതായത് കോറികളുടെ പ്രവർത്തനം, മണ്ണെടുക്കൽ, ഖനനം, കിണർ നിർമ്മാണം എന്നിവ താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. മലയോര മേഖലകളിലൂടെയുള്ള രാത്രി ഗതാഗതം രാത്രി 7 മണി മുതൽ രാവിലെ 7 മണി വരെ നിർത്തിവെച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, വെള്ളച്ചാട്ടങ്ങൾ, ബീച്ചുകൾ, നദീതീരങ്ങൾ തുടങ്ങിയ വിനോദസഞ്ചാര മേഖലകളിലേക്കുള്ള പ്രവേശനവും താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നതായി ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. അതേസമയം കക്കയം ഡാമിലും ചില നിയന്ത്രണങ്ങൾ വരികയാണ്. നിലവിലെ മഴ തുടരുകയാണെങ്കിൽ നാളെയോടുകൂടി കക്കയം ഡാം തുറന്നു വിടേണ്ടി വരുമെന്നാണ് ജില്ലാ ഭരണകൂടവും അതോടൊപ്പം തന്നെ KSEBയും അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കക്കയം ഡാമിൽ ബ്ലൂ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ മലയോര മേഖലയിലും നഗരപ്രദേശങ്ങളിലും ഇപ്പോഴും മഴ തുടരുകയാണ്.
ഓക്കെ, താങ്ക് യു രാഹുൽ സുരേഷ്. ഇനി വിപിൻ സി വിജയൻ കൂടി മലപ്പുറത്ത് നിന്ന് ചേർന്നു. വിപിൻ, ഈ മലപ്പുറത്ത് പുഴകളിലൊക്കെ ജലനിരപ്പ് ഉയർന്നു എന്ന വാർത്ത വരുന്നുണ്ട്. എവിടെയൊക്കെയാണ് പ്രശ്നമുള്ളത്? SKN മലപ്പുറത്ത് ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച മഴ അത് വലുതായിട്ടും ചാറ്റൽ മഴയായിട്ടും ഇപ്പോഴും തുടരുകയാണ്. ഇന്നിപ്പോൾ രാത്രി 7 മണിക്ക് ശേഷം മഴയുടെ ആ ഒരു കനം കുറച്ച് കൂടിയിട്ടുണ്ട്. നല്ല മഴ തന്നെയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ നീലഗിരി മേഖലയിൽ, തമിഴ്നാട്ടിൻ്റെ നീലഗിരി മേഖലയിലും മലയോര മേഖലയിൽ ശക്തമായ മഴയാണ് പെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ പുന്നപ്പുഴയിൽ അവിടെ ഒരു മലവെള്ളപ്പാച്ചിലുണ്ടായി. ഒപ്പം തന്നെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയും ചെയ്തു. ഈ ഒരു ഘട്ടത്തിൽ 2 ആദിവാസി നഗറുകളാണ് ഒറ്റപ്പെട്ടത്. പുഞ്ചക്കൊല്ലിയും അളക്കൽ മേഖലയിലുള്ളവർക്ക് അങ്ങോട്ടേക്ക് പോകാൻ കഴിയാത്ത ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അങ്ങനെ വഴിക്കടവ് മേഖലയുമായി തീർത്തും ഒറ്റപ്പെട്ടു. കാരണം 2018 പ്രളയത്തിന് ശേഷം ചങ്ങാടത്തിലാണ് ഈ ആദിവാസി കുടുംബങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ചങ്ങാടം ഇറക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഇവർക്ക് ഇപ്പോൾ ഭക്ഷ്യസാധനങ്ങൾ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ അവിടെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് വിലയിരുത്തൽ. പക്ഷേ ഈ നീലഗിരി മേഖലയിൽ ഇനിയും മഴ കനക്കുകയാണ് എന്നുണ്ടെങ്കിൽ ചാലിയാറിൽ ഉൾപ്പെടെ അത് ജലനിരപ്പ് ഉയരാൻ ഒരു കാരണമായി തീരും. ഒപ്പം തന്നെ ഇപ്പോഴും ഇന്നലെ രാത്രി ആരംഭിച്ച മഴ ഇപ്പോഴും തുടരുന്നു. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഇന്ന് വൈകുന്നേരം ഒരു മീറ്റിംഗ് നടന്നിട്ടുണ്ട്. അതിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിൽ ജില്ലയിലില്ല. ആണെങ്കിൽ തന്നെ എല്ലാ മുന്നൊരുക്കങ്ങളും എടുത്തിട്ടുണ്ട് എന്നുള്ളതും വിലയിരുത്തിയിട്ടുണ്ട്. SK. ഓക്കെ, താങ്ക് യു. വിപിൻ സി വിജയനാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. പല സ്ഥലങ്ങളിലും കാര്യമായി മഴ പെയ്യുന്നുണ്ട്. എല്ലാ ജാഗ്രതകളും പ്രിയപ്പെട്ട ജനങ്ങൾ പാലിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സജു കാവുംപുറം പറയുന്നു, ഞാൻ ആദ്യം ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഡോറ് തള്ളി തുറക്കുന്ന കണ്ടു. ലോക്കിൻ്റെ ഇടയിൽ കൈ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് കാവുംപുറം പറയുന്നത്. എൻ്റെ കാവുംപുറം ഞാനതൊക്കെ ശ്രദ്ധിച്ച് തന്നെയാണ് കയറുന്നത്. എനിക്കറിയാം ഇതൊരു വലിയ ഡോറാണ്, സ്റ്റുഡിയോ ഡോറാണ്. തള്ളി തുറക്കുമ്പോൾ കൈ ലോക്കിൻ്റെ ഇടയിൽ വീഴരുത്, ലൈവാണ് ഈ പരിപാടി പോകുന്നത് എന്നൊക്കെ അറിയാം. കാവുംപുറം അത് ടെൻഷൻ ആവണ്ട കേട്ടോ. ഇനി ഫിൻജാൽ ചുഴലിക്കാറ്റിൻ്റെ കാര്യം. തമിഴ്നാട്ടിലും പുതുച്ചേരിയിലുമായി 21 പേർ മരിച്ചു. തിരുവണ്ണാമലയിൽ ഉരുൾപൊട്ടലിൽ കാണാതായ 7 പേരുടെ മൃതദേഹം കണ്ടെത്തിയെന്ന വാർത്തയും വരുന്നുണ്ട്. പുതുച്ചേരിയിൽ ദുരിതബാധിതർക്ക് സർക്കാർ സഹായധനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷമാണ് തിരുവണ്ണാമലൈ VUC ടൗണിൽ മണ്ണിനടിയിലായ 7 പേരെ കണ്ടെത്തിയത്. അണ്ണാമലയാർ കുന്നിന് താഴെ താമസിക്കുന്ന രാജ്കുമാർ, ഭാര്യ മീന, മക്കളായ ഗൗതം, ഇനിയ എന്നിവരും രാജ്കുമാറിന്റെ സഹോദരന്റെ 3 മക്കളുമാണ് മരിച്ചത്. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് VUC ടൗണിൽ താമസിക്കുന്നവരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. ഊട്ടിയിൽ വീടിന്റെ ഭിത്തി ഇടിഞ്ഞു വീണ് ഒരാൾ മരിച്ചതോടെ ഫിൻജാൽ തമിഴ്നാട്ടിലും പുതുച്ചേരിയിലുമായി കവർന്ന ജീവനുകൾ 21ആയി. കൃഷ്ണഗിരിയിൽ ഇന്ന് കനത്ത മഴയാണ് പെയ്തത്. സേലം തിരുപ്പത്തൂർ ഹൈവേയിലെ ഉത്തൻകരൈ ബസ് സ്റ്റാൻഡ് പൂർണ്ണമായും മുങ്ങി. പുതുച്ചേരിയിലും വിഴുപ്പുറത്തും കടലൂരിലും വീടുകളിൽ നിന്ന് വെള്ളമിറങ്ങി തുടങ്ങി. വിഴുപ്പുറത്തും കടലൂരിലുമായി 4000-ഓളം പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. തിരുവണ്ണാമലയിൽ 147 ക്യാമ്പുകളിലായി 7776 പേരാണ് കഴിയുന്നത്. റേഷൻ കാർഡുള്ള എല്ലാ കുടുംബങ്ങൾക്കും 5000 രൂപ വീതം പുതുച്ചേരി സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചു. വീട് തകർന്നവർക്കും കൃഷി നശിച്ചവർക്കും പ്രത്യേകം തുക നൽകും. വിഴപ്പുറത്ത് റെയിൽവേ ട്രാക്കുകളിൽ വെള്ളം കയറിയതിനാൽ 10 ട്രെയിനുകൾ പൂർണ്ണമായും റദ്ദാക്കി. വൈദ്യുതി ബന്ധം പലയിടത്തും പുനഃസ്ഥാപിക്കാനായിട്ടില്ല. മുഖ്യമന്ത്രി MK സ്റ്റാലിനും ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനും ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചു. മുഹമ്മദ് റഹീസ്, 24, ചെന്നൈ. ഒരുപാട് പ്രേക്ഷകർ ഈ പല സ്ഥലത്തും പെയ്യുന്ന മഴയുടെ അളവും മഴയുടെ തീവ്രതയൊക്കെ എന്നെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. കണ്ണൂരിൽ മഴ പെയ്യുന്നുണ്ട്, കണ്ണൂരിൽ അവധി വേണം. അതുപോലെ തിരുവല്ലയിൽ നല്ല മഴ, പത്തനംതിട്ടയിൽ മഴ, എറണാകുളത്തോട് നീതി കാണിക്കലും ജസ്റ്റിസ് ഫോർ എറണാകുളം എന്ന് പറഞ്ഞിട്ട്. കാര്യം മഴയുള്ള സ്ഥലങ്ങളിലെല്ലാം അവധി വേണമെന്ന് പറയുന്നു. നിങ്ങൾ എൻ്റെ കാര്യം ഒന്ന് ആലോചിക്കുക, ഞാൻ അവധി എടുക്കാറുണ്ടോ? അപ്പോൾ അതുപോലെ ആലോചിച്ചാൽ പോരെ. നമ്മൾ കാര്യമായി മഴ പെയ്യുന്നുണ്ട്, എന്തെങ്കിലും അത്യാഹിതം പ്രതീക്ഷിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതാത് ജില്ലാ ഭരണകൂടം അവധി തരികയും ചെയ്യും. അപ്പോൾ നമ്മൾ ഈ മഴ പെയ്യുന്നത് കണ്ടാലുടൻ ജനാലയിൽ നോക്കി ഉടൻ അവധി വേണമെന്ന് പറഞ്ഞ് യൂട്യൂബിൽ അയച്ചാലേ ഒരു നാണക്കേടല്ലേ ഇത്. ഇനി പാലക്കാട്ടെ ട്രോളി വിവാദത്തെക്കുറിച്ച്. ട്രോളി ബാഗ് വിവാദവും CPM-നെ തിരിഞ്ഞുകൊത്തിയെന്ന വാർത്ത. ഉപതെരഞ്ഞെടുപ്പിന് UDF കള്ളപ്പണം കൊണ്ടുവന്നെന്ന CPM പരാതിയിൽ തെളിവ് കണ്ടെത്താൻ സ്പെഷ്യൽ ബ്രാഞ്ചിന് കഴിഞ്ഞില്ല. അവർ റിപ്പോർട്ടും നൽകി കഴിഞ്ഞു. ഇതോടെ അന്വേഷണം അവസാനിപ്പിക്കാനാണ് പോലീസിൻ്റെ തീരുമാനം.
പക്ഷേ നിയമ നടപടിയുമായി താൻ മുന്നോട്ട് പോകുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പ് വിവാദങ്ങളിൽ ഏറ്റവും പ്രഹരമേറിയ ബോംബ് ഒടുവിൽ നനഞ്ഞ പടക്കമായി. വലിയ ചർച്ചകൾക്കും ആരോപണങ്ങൾക്കും വഴിവെച്ച നീലപ്പെട്ടി വിവാദത്തിലാണ് തെളിവ് കണ്ടെത്താനാകാതെ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി അന്വേഷണ റിപ്പോർട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറിയത്. കഴിഞ്ഞ മാസം 6-ന് പാതിരാ പരിശോധന അവസാനിക്കുമ്പോൾ ഒന്നും കണ്ടെത്തിയില്ലെന്നും സ്വാഭാവിക പരിശോധനയാണ് നടന്നതെന്നും ASP തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ UDF-നെതിരായ തങ്ങളുടെ ആരോപണങ്ങളിൽ ഉറച്ചുനിന്ന CPIM തുടരന്വേഷണം ആവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ചിനായിരുന്നു പ്രാഥമിക അന്വേഷണ ചുമതല. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച സ്പെഷ്യൽ ബ്രാഞ്ച് തെളിവുകളില്ലെന്ന റിപ്പോർട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറി. ഇതോടെ അന്വേഷണം അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് ജില്ലാ പോലീസ് മേധാവി. വിവാദം അവസാനിപ്പിക്കില്ലെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും നിയുക്ത MLA രാഹുൽ മാങ്കൂട്ടത്തിൽ 24-നോട് പറഞ്ഞു. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും BJP-യുടെ സംസ്ഥാന പ്രസിഡന്റും അടക്കമുള്ള ആളുകൾ ഒരു കന്നി മത്സരത്തിനിറങ്ങുന്ന ആദ്യമായിട്ട് മത്സരിക്കാൻ ഇറങ്ങുന്ന ഒരാളല്ലേ, ഒരു പുതുമുഖമല്ലേ ഞാൻ, എന്നെ കള്ളപ്പണക്കാരനാക്കിയില്ലേ. അപ്പോൾ ആ വിഷയത്തിനകത്ത് എൻ്റെ മാനനഷ്ട കേസുണ്ട്, ശ്രീമതി ബിന്ദു കൃഷ്ണയുടെയും ഷാനിമോൾ ഉസ്മാൻ്റെയും പരാതികളുണ്ട്, ശ്രീമതി ജബി മേത്തറിൻ്റെ പരാതികളുണ്ട്. ഇത്തരം പരാതികളുമായിട്ടൊക്കെ തന്നെ നമ്മൾ മുന്നോട്ട് പോകും. പെട്ടി ഞങ്ങൾ അടയ്ക്കുന്നില്ല, അവരടയ്ക്കാൻ ആഗ്രഹിച്ചാലും ഞങ്ങൾ അടയ്ക്കുന്നില്ല. വിഷയത്തിൽ പ്രതികരിക്കാൻ CPM നേതാക്കളാരും ഇതുവരെ തയ്യാറായിട്ടില്ല. 24 പാലക്കാട്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ നീലപ്പെട്ടി വിവാദത്തിൽ CPM വാദം പൊളിയുകയാണ്. മന്ത്രി MV രാജേഷും CPM ജനം കൂടെ മാപ്പ് പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. പാതിരാ നാടകം 6 കാര്യങ്ങൾ അവർക്ക് എതിരായി തിരിച്ചു വന്നു. 1 കത്ത് നാടകം, 1 പാതിരാ നാടകം, 3 പെട്ടി നാടകം, പിന്നെ സ്പിരിറ്റ് നാടകം, പിന്നെ പരസ്യ നാടകം, ഇല്ലേ, പിന്നെ സന്ദീപ് വാര്യരെ സംബന്ധിച്ച വിവാദം. 6 കാര്യങ്ങൾ CPM ഉണ്ടാക്കി. BJP-ക്കെതിരെയല്ല, കോൺഗ്രസിനെതിരെ. 3-ാം സ്ഥാനം ഉറപ്പിച്ചിട്ട് കോൺഗ്രസിനെ തോപ്പിച്ച് BJP ജയിപ്പിക്കാനുള്ള അന്തരീക്ഷമാണ് അവരവിടെ ഉണ്ടാക്കിയത്. അത് ഞാൻ പറഞ്ഞത് ശരിയായില്ലേ? അപ്പോൾ ഇതെല്ലാം ഇതിന് ഉത്തരവാദികളായ ആൾ മന്ത്രി MV രാജേഷാണ് അതിൻ്റെ ഉത്തരവാദി. അദ്ദേഹത്തിൻ്റെ അളിയന് മന്ത്രി മാപ്പ് പറയണം, പൊതുസമൂഹം CPM-ഉം മാപ്പ് പറയണം. പെട്ടിയും ചീറ്റി, തെരഞ്ഞെടുപ്പ് പ്രോപ്പഗണ്ടയും ചീറ്റിപ്പോയെന്ന് K മുരളീധരൻ. അല്ലെങ്കിൽ അത് അന്നേ ചീറ്റിപ്പോയതല്ലേ, ഇനി അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ചയുടെ ആവശ്യമില്ല. അതും ചീറ്റിപ്പോയി, ഇലക്ഷനിൻ്റെ അവരുടെ എല്ലാ പ്രോപ്പഗാൻഡയും ചീറ്റിപ്പോയി. അതുകൊണ്ട് പെട്ടി, പക്ഷേ അർദ്ധരാത്രി കതവ് മുട്ടിയ സംഭവത്തിൽ അത് പാർട്ടി ഗൗരവത്തിൽ തന്നെ എടുക്കും. അക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല. പണമില്ലെന്ന് പറഞ്ഞ BJP-യുടെ കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ടെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. ആ പെട്ടിക്കകത്ത് പണം ഉണ്ടായിരുന്നു എന്നതല്ല വിഷയം, തെറ്റായ വിഷയങ്ങൾ സമൂഹത്തിൽ നടക്കുന്നു എന്നതാണെന്നും KN ബാലഗോപാൽ. അത് സംബന്ധിച്ച് പോലീസും ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധികാരികളൊക്കെ അന്വേഷിക്കുന്നുണ്ടാവും. അതേതായാലും തുടർന്ന് അന്വേഷിക്കേണ്ടതാണ്. ഒരു കാര്യം വളരെ ക്ലിയറാണ്, ആ പെട്ടിക്കകത്തുണ്ടോ ഈ പെട്ടിക്കകത്ത് വന്നോ എന്നുള്ളതല്ല. ഇതിനു മുമ്പ് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് വന്ന കാര്യങ്ങളെ സംബന്ധിച്ച് BJP-യുടെ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന ആൾ സാമഗ്രികൾ ചിലത് കൊണ്ടുവരും, ആ സാമഗ്രികൾ അവിടെ നോക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ സാമഗ്രി അത് പെട്ടിയാണോ ബാഗാണോ ചാക്കാണോ എന്ന് പറഞ്ഞു, അവിടെ സാമഗ്രി കൊണ്ടുവന്നു, അതിനകത്ത് പണമായിരുന്നു എന്നുള്ള കാര്യം വന്നല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോഴൊരു വാർത്ത വരുന്നു. മലപ്പുറം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. ശക്തമായ മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ മലപ്പുറം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മലപ്പുറം ജില്ലാ കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മദ്രസകൾ, അംഗനവാടികൾ, ട്യൂഷൻ സെൻ്ററുകൾ എന്നിവയ്ക്കെല്ലാം ഈ അവധി ബാധകമായിരിക്കും. എന്നാൽ മുൻ നിശ്ചയിച്ച പരീക്ഷകളെല്ലാം അതേപോലെ നടക്കും. പ്രൊഫഷണൽ കോളേജുകൾ പ്രവർത്തിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. മലപ്പുറം ജില്ലയ്ക്കാണ് ഈ അവധി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രൊഫഷണൽ കോളേജുകൾക്ക് അവധിയില്ല, മറ്റുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുണ്ട്. മുൻ നിശ്ചയിച്ച പരീക്ഷകളൊക്കെ തന്നെ മാറ്റമില്ലാതെ തുടരുമെന്ന കാര്യം കൂടി പ്രേക്ഷകർ ശ്രദ്ധിക്കുക. പാലക്കാട്ടെ നീലപ്പെട്ടി വിവാദത്തിൽ പ്രതികരണവുമായി KSU നേതാവ് ഫെനി നൈനാൻ രംഗത്ത് വന്നു. ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന് തെളിയിക്കപ്പെട്ടതിൽ വളരെ സന്തോഷമുണ്ട്. മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ പേരെടുത്ത് അധിക്ഷേപിച്ചു. നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും ഫെനി നൈനാൻ 24-നോട്. ട്രോളി ബാഗ് വിവാദത്തിൽ ക്ലീൻ ചീറ്റ് പോലീസ് നൽകിയിരിക്കുന്ന വാർത്ത കാണുവാനിടയുണ്ടായി. അത് SP തന്നെ പരസ്യമായി സമ്മതിക്കുന്ന വിഷ്വൽസ് കാണാനിടയുണ്ടായി. വളരെയധികം സന്തോഷമുണ്ട്. ഒരു കഴമ്പുമില്ല എന്ന് അവരുടെ തന്നെ നിയന്ത്രണത്തിലുള്ള സർക്കാർ സംവിധാനങ്ങൾ ഒടുവിൽ സമ്മതിക്കേണ്ടി വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരു തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുവാൻ വേണ്ടി എന്തും വിളിച്ചു പറയാമെന്ന സ്ഥിതി കേരളത്തിൽ ഉടലെടുത്തതിൽ വളരെയധികം സങ്കടമുണ്ട് സത്യത്തിൽ. തുടർന്ന് ഇതിനെതിരെയുള്ള നിയമ നടപടികളുമായിട്ട് ഞാനടക്കമുള്ളവർ മുന്നോട്ട് പോകും. CPM-ൻ്റെയും BJP-യുടെയും നേതാക്കന്മാർ മാപ്പ് പറയണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഒരു മാധ്യമ പ്രവർത്തകനും മന്ത്രി MV രാജേഷും മന്ത്രി MV രാജേഷിൻ്റെ
അളിയൻ നിതിൻ കണിച്ചേരിയും തമ്മിൽ നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ വിവാദം. ട്രോളി ബാഗ് വിവാദത്തിൽ ക്ലീൻ ചീറ്റ്. തിരുവനന്തപുരത്ത് നിന്ന് AV ജയശങ്കർ ടെലിഫോണിൽ ചേരുന്നു. ജയശങ്കർ, യഥാർത്ഥത്തിൽ ഇപ്പം ഈ റിപ്പോർട്ട് കൊടുത്തതോടെ കോൺഗ്രസ് കുറച്ചുകൂടി ശക്തമായ ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണല്ലോ, വിവരങ്ങൾ? SKN പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട BJPയും CPMും ട്രോളി ബാഗ് കേന്ദ്രീകരിച്ച് വലിയ വിവാദങ്ങളാണ് ഉണ്ടാക്കിയത്. ഫെനി നയനാൻ നീല ട്രോളി ബാഗിൽ രാഹുലിന് വേണ്ടി പണം കടത്തിയെന്നായിരുന്നു മന്ത്രി MB രാജേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിലാണ് ഇപ്പോൾ പോലീസിന്റെ ക്ലീൻ ചീറ്റ് വരുന്നത്. ഇതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവും K മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇതിൽ പ്രതികരണം നടത്തി. പിന്നാലെയാണ് ഇതിലെ വിവാദ നായകൻ ഫെനി നയനാനും ഇതുമായി ബന്ധപ്പെട്ട് നമ്മോട് പ്രതികരിച്ചത്. ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന് അറിഞ്ഞതിൽ സന്തോഷം, ഈ റിപ്പോർട്ട് വലിയ സന്തോഷം നൽകുന്നു. തനിക്കെതിരെ മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ പേരെടുത്ത് അധിക്ഷേപം നടത്തി. ഒരു മാധ്യമ പ്രവർത്തകനും MB രാജേഷും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ അളിയൻ നിതിൻ കണിച്ചേരിയുമാണ് ഈ ആരോപണങ്ങൾക്ക് പിന്നിൽ. ഇവർ ഗൂഢാലോചന നടത്തിയെന്നാണ് ഫെനി പറയുന്നത്. ഒപ്പം തന്നെ ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ എന്തും വിളിച്ചു പറയാമെന്നൊരു സ്ഥിതി സംസ്ഥാനത്തുണ്ടായതിൽ സങ്കടമുണ്ടെന്നും ഫെനി പറയുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് ഫെനി വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും കോൺഗ്രസും ഈ വിഷയവുമായി ബന്ധപ്പെട്ട തുടർ നിയമ നടപടികളുടെ കാര്യങ്ങൾ ആലോചിക്കുന്നു. കാരണം പോലീസ് ഉൾപ്പെടെ റിപ്പോർട്ട് നൽകിയ സാഹചര്യത്തിൽ അനുകൂല സാഹചര്യം എന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. നാളെ ഇതുമായി ബന്ധപ്പെട്ട തുടർ ആലോചനകളിലേക്ക് KPCC നേതൃത്വത്തിൽ തന്നെ കാര്യങ്ങൾ നീങ്ങുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. SKN. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി റോമിൽ കൂടിക്കാഴ്ച നടത്തി. ഈ വാർത്തയാണ് ഇന്നിപ്പോൾ വരുന്നത്. പാണക്കാടിന്റെ പെരുമയിൽ നമുക്ക് അഭിമാനിക്കാമെന്ന് PK കുഞ്ഞാലിക്കുട്ടി ഫേസ്ബുക്കിൽ കുറിച്ചു. ബിപിൻ C വിജയൻ മലപ്പുറത്ത് നിന്ന് ടെലിഫോണിൽ ചേരുന്നു. ബിപിൻ, വളരെ നല്ല നിമിഷമാണിത്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളിന് പോപ്പിനെ നേരിട്ട് കണ്ട് ചർച്ച ചെയ്യാൻ കഴിഞ്ഞു. വിവരങ്ങൾ? അതെ SKN, ലോക സർവ്വമത സമ്മേളനത്തിൽ പങ്കെടുക്കാനായി കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് റോമിലേക്ക് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പോയത്. ഇന്നലെയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുമായുള്ള കൂടിക്കാഴ്ച നടത്തിയത്. ഒപ്പം തന്നെ ഇസ്ലാമിക് ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്നുള്ള പുസ്തകം മാർപ്പാപ്പയ്ക്ക് അദ്ദേഹം സമ്മാനിക്കുകയും ചെയ്തു. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും മനോഹരമായ ഫ്രെയിമാണ് ഇത്. ഒപ്പം തന്നെ സ്നേഹവും സാഹോദര്യവും നിറഞ്ഞൊഴുകുന്ന പാണക്കാടിന്റെ പെരുമയിൽ നമുക്ക് അഭിമാനിക്കാമെന്നും ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി ഫേസ്ബുക്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കുറിച്ചിരിക്കുകയാണ്. അദ്ദേഹം ശിവഗിരി മഠം സംഘടിപ്പിച്ചിട്ടുള്ള സർവ്വമത സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് റോമിലേക്ക് പോവുകയും ചെയ്തത്. ഇപ്പോൾ ആ കൂടിക്കാഴ്ച കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ചിത്രമടക്കമാണ് ഇപ്പോൾ അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. SKN. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ റോമിൽ വെച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയെ കണ്ടു എന്ന വാർത്തയാണ് ബിപിൻ C വിജയൻ റിപ്പോർട്ട് ചെയ്തത്. ഇടത് സഹയാത്രികനായി താൻ തുടരുമെന്ന് മുൻ MLA കാരാട്ട് റസാഖ്. പരാതികൾ പരിഹരിക്കാൻ ഭരണതലത്തിൽ ഇടപെടൽ ഉണ്ടായി. പരാതിക്ക് ആധാരമായ പദ്ധതികൾ നടപ്പിലാക്കാത്ത സാഹചര്യം ഇനി ഉണ്ടാവില്ലെന്ന് ഉറപ്പും കിട്ടി. ഇടത് സഹയാത്രികനായപ്പോഴാണ് വികസന പദ്ധതികൾ ഏറെ ലഭിച്ചതെന്നും കാരാട്ട് റസാഖ് 24നോട് പറഞ്ഞു. ഇടതുപക്ഷ സഹയാത്രികനായി തുടരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഭരണതലത്തിലും അല്ലാതെയും ഒക്കെ പല ആളുകളും ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിഷയങ്ങൾ അവസാനിപ്പിച്ച് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാം പിണറായി സർക്കാർ ലഭിച്ചിട്ടുള്ള പദ്ധതികൾ നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ള ഒരു താല്പര്യം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അത് നഷ്ടപ്പെടാതിരിക്കുമ്പോൾ ഇടത് സഹയാത്രികനായി തുടരുന്നതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ലല്ലോ. ഇടത് സഹയാത്രികനായി നിൽക്കുന്ന സമയത്താണ് എനിക്ക് കൊടുവള്ളി മണ്ഡലത്തിൽ ഇത്രയും വലിയ വികസനങ്ങൾ മുഖ്യമന്ത്രി വളരെ താല്പര്യമെടുത്ത് നൽകിയിട്ടുള്ളത്. കാരാട്ട് റസാഖുമായി സംസാരിച്ച മിഥില ബാലൻ കോഴിക്കോട് നിന്ന് തത്സമയം ചേരുകയാണ്. മിഥില, റസാഖ് എന്തായാലും ആയുധം വെച്ച് കീഴടങ്ങിയോ? എന്താ നമുക്ക് മനസ്സിലായത്? ഇടത് സഹയാത്രിയായി തുടരും എന്ന് തന്നെയാണ് കാരാട്ട് റസാഖ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിലേക്ക് നയിച്ച ഒരു കാരണം എന്നത് പ്രാദേശിക വികസന പദ്ധതികൾ അട്ടിമറിക്കപ്പെടുന്നു എന്ന ഒരു പരാതിയായിരുന്നു കാരാട്ട് റസാഖ് മുന്നോട്ട് വെച്ചത്. ഈ പരാതി പറഞ്ഞിട്ടും CPM നേതൃത്വമോ അല്ലെങ്കിൽ ഭരണതലത്തിലോ ഒരു ഇടപെടലുണ്ടാകുന്നില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഇടതിനൊപ്പമുള്ള യാത്ര അവസാനിക്കണോ എന്ന ഒരു തീരുമാനത്തിലേക്ക് കാരാട്ട് റസാഖ് എത്തിയിട്ടുണ്ടായിരുന്നത്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരം ചർച്ചകളെല്ലാം സജീവമായിട്ടുണ്ടായിരുന്നു. എന്നാൽ മറിച്ചൊരു തീരുമാനം താൻ എടുക്കുകയാണെങ്കിൽ, തെരഞ്ഞെടുപ്പ് സമയത്ത് മറിച്ചൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അത് പാർട്ടിയെ അല്ലെങ്കിൽ മുന്നണിയെ വലിയ രീതിയിൽ ബാധിക്കും. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ കാത്തിരിക്കാൻ CPM നേതൃത്വം കാരാട്ട് റസാഖിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അതിനുശേഷമാണ് ഇപ്പോൾ ഭരണതലത്തിൽ തന്നെ ഒരു ഇടപെടൽ ചർച്ച നടന്നിട്ടുണ്ട്.
ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ്, അതായത് ഉന്നയിച്ച പരാതികൾ പരിഹരിക്കപ്പെടും. ഒരു വികസന പദ്ധതികളും ഒരിക്കലും തടയപ്പെടില്ല, അല്ലെങ്കിൽ അത് പരിഹരിക്കപ്പെടാതെ ഇരിക്കില്ല എന്ന ഒരു ഉറപ്പ് കാരാട്ട് റസാക്കിന് ഭരണതലത്തിലും പാർട്ടി തലത്തിലും ലഭിച്ചിട്ടുണ്ട്. ആ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് നിലവിൽ ഇപ്പോൾ അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇടത് സഹയാത്രിയായി തുടരും എന്ന് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. താങ്ക് യു മിഥില ബാലൻ. കേരളത്തിൻ്റെ പല ജില്ലകളിലും ഇപ്പോൾ കാര്യമായി മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യൂട്യൂബിൽ ഒരുപാട് പ്രേക്ഷകർ മഴയുടെ കാര്യം പറയുന്നു. അതോടൊപ്പം അവധി ചോദിച്ചിരിക്കുന്നു, നീതി വേണം ജില്ലയ്ക്ക് എന്നൊക്കെ പറയുന്നു. 3 ജില്ലകളിൽ മാത്രമേ ഇതുവരെ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളൂ: കാസർഗോഡ്, തൃശ്ശൂർ, മലപ്പുറം. പല സ്ഥലങ്ങളിലും ശക്തമായി മഴ പെയ്യുന്നു, ചില സ്ഥലങ്ങളിൽ നല്ല കാറ്റും വീശുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് നൽകാൻ കഴിയും വളരെ പെട്ടെന്ന് തന്നെ. സാമ്പത്തിക ക്രമക്കേട് ആരോപണം ഉന്നയിച്ച CPM മംഗലപുരം ഏരിയ സെക്രട്ടറിയായിരുന്ന മധു മുല്ലശ്ശേരിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് തിരുവനന്തപുരം CPM ജില്ലാ സെക്രട്ടറി V. ജോയി പറയുന്നു. മധു മുല്ലശ്ശേരിക്കെതിരെ 70 പരാതികൾ ലഭിച്ചിട്ടുണ്ട്. പേരെടുത്ത് പാർട്ടി സഹാക്കൾ എഴുതിയ കത്തുകളാണ് ലഭിച്ചതെന്നും V. ജോയി പറയുന്നു. എന്തടിസ്ഥാനത്തിലാണ് സാമ്പത്തികമായ ഈ ആരോപണം ഉന്നയിച്ചത് എന്നതിനെ സംബന്ധിച്ച് നിയമപരമായ നടപടിയിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങളുടെ പാർട്ടിയുടെ സംഘടനാ തത്വങ്ങൾക്ക് എതിരായ നിലപാടുകളാണ് ഈ പഴയ ഏരിയ സെക്രട്ടറി സ്വീകരിച്ചത്. 70 കത്തുകളാണ് എനിക്ക് ഈ ഏരിയ സെക്രട്ടറിക്കെതിരായി ലഭിച്ചത്. കൂടുതലും പേര് വെച്ചുള്ള പാർട്ടി മെമ്പർമാരുടെ കത്തുകളാണ്. മംഗലപുരത്തെ പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി ഞങ്ങളുടെ പാർട്ടിക്ക് പറ്റിയ ഏറ്റവും വലിയ ഒരു തെറ്റാണ്. തിരുവനന്തപുരത്ത് നിന്ന് സലീം മാലിക് തത്സമയം ചേർന്നു. സലീം, V. ജോയി ഇത്രകാലവും ഈ പരാതികളെക്കുറിച്ച് പുറത്തു പറയാഞ്ഞതും നടപടിയെടുക്കാത്തതും എന്തുകൊണ്ടായിരുന്നു? SKN മധു മുല്ലശ്ശേരി ഈ കഴിഞ്ഞ ദിവസമാണ് മംഗലപുരം ഏരിയ കമ്മിറ്റി ഏരിയ സമ്മേളനത്തിൽ നിന്ന് പുറത്തേക്ക് പോവുകയും പിന്നാലെ മാധ്യമങ്ങളിലൂടെ രൂക്ഷമായ വിമർശനം നടത്തുകയും ചെയ്തത്. അതിനിടയിലായിരുന്നു ജില്ലാ സെക്രട്ടറി കൂടിയായ V. ജോയിക്കെതിരെ അതിരൂക്ഷമായ പരാമർശങ്ങൾ നടത്തിയതൊപ്പം സാമ്പത്തിക ക്രമക്കേട് ആരോപണം നടത്തുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് സാമ്പത്തിക ക്രമക്കേട് ആരോപണത്തിൽ നിയമ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് എന്ന് V. ജോയി വ്യക്തമാക്കിയത്. മംഗലപുരം ഏരിയ സമ്മേളനത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനത്തിലായിരുന്നു V. ജോയി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. മാത്രമല്ല, ആ ഏരിയ സമ്മേളനത്തിന്റെ സമാപന സമ്മേളനം ഒരർത്ഥത്തിൽ മധു മുല്ലശ്ശേരിക്കെതിരായ ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗമായി മാറുകയായിരുന്നു. അതിൽ V. ജോയി സംസാരിച്ചത് അത്രയും ഏറെക്കുറെ 45 മിനിറ്റോളം നീണ്ട V. ജോയിയുടെ പ്രസംഗം അത്രയും മധു മുല്ലശ്ശേരിക്കുള്ള മറുപടിയായിരുന്നു. മാത്രമല്ല, അധ്യക്ഷ പ്രാസംഗികൻ ഉൾപ്പെടെ ആ വിഷയത്തിൽ മാത്രമായിരുന്നു സംസാരിക്കുകയും ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അതങ്ങനെ ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗത്തിന്റെ സ്വഭാവത്തിലേക്ക് മാറുകയും ചെയ്തു. ഇപ്പോൾ കിട്ടിയെന്ന് പറയുന്ന പരാതി, അത് സംഘടനാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പരാതികളാണ്. ഈ ഏരിയയിൽ നിന്നുള്ള ഏരിയ കമ്മിറ്റി അംഗങ്ങൾ തന്നെ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ തനിക്ക് 70-ലധികം പരാതികൾ, 70-ലധികം കത്തുകൾ അയച്ചു, പേരെടുത്ത് പറഞ്ഞുകൊണ്ട് കത്തുകൾ അയച്ചു എന്ന് പറയുന്നത്. അത് പുറത്തു പറയുക എന്നുള്ളത് സംഘടനാ രീതിയല്ല, അതിനുള്ളിൽ തന്നെ നടപടിയെടുത്തു എന്നുള്ളതാണ് V. ജോയി വിശദീകരിക്കുന്നത്. അപ്പോഴും ഈ ഇത്രയും വലിയ പരാതികൾ ഉയർന്നതിനെ കൂടി പശ്ചാത്തലത്തിലാണ് ഏരിയ കമ്മിറ്റി അംഗങ്ങൾ മധു മുല്ലശ്ശേരിയെ പുറത്താക്കിയത് എന്നുള്ളതാണ് V. ജോയി തന്നെ പറയുകയും ചെയ്യുന്നത്. മാത്രമല്ല, വലിയൊരു തെറ്റാണ്, പാർട്ടിക്ക് പറ്റിയൊരു വലിയ തെറ്റാണ് മധു മുല്ലശ്ശേരി എന്നുകൂടി ആ പ്രസംഗത്തിൽ പറയുന്നു. ഒപ്പം നിയമ നടപടി സ്വീകരിക്കുന്ന കാര്യവും അറിയിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന പ്രശ്നം കൂടിയായിരുന്നു ഇന്ന് നടന്ന പൊതുസമ്മേളനം. അത് പാർട്ടി ഏറ്റെടുത്ത് വിജയിപ്പിച്ചിട്ടുമുണ്ട്. കാരണം വലിയ നിലയിലുള്ള ഒരാൾക്കൂട്ടം, 1000-ലധികം പ്രവർത്തകരെ അണിനിരത്തി ജാഥയും ഒപ്പം തന്നെ പൊതുസമ്മേളനവും സംഘടിപ്പിച്ച് മധു മുല്ലശ്ശേരിക്ക് ഒരു മറുപടി എന്നുള്ള നിലയിലായിരുന്നു ഇന്ന് പോത്തൻകോട് വെച്ച് നടന്ന സമാപന സമ്മേളനം നടക്കുകയും ചെയ്തത്. SKN. താങ്ക് യു. സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത വരുന്നു. KSRTCയുടെ ഉടമസ്ഥതയിലുള്ള ഒഴിഞ്ഞുകിടക്കുന്ന ഭൂമിയിൽ റിസോർട്ടും ഹോട്ടലുകളും നിർമ്മിക്കുന്നു. സംസ്ഥാനത്ത് 5 ഇടങ്ങളിൽ ഇതിനായി സ്ഥലം കണ്ടെത്തി കഴിഞ്ഞു. പദ്ധതിക്കായി KSRTC ടെൻഡറും ക്ഷണിച്ചു. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഉമേഷ്, പറയൂ, എവിടെയൊക്കെയാണ് പ്രധാനമായും ഈ റിസോർട്ടും ഹോട്ടലും ഒക്കെ വരാൻ പോകുന്നത്? ഗുഡ് ഈവനിങ് SKN. എന്തായാലും KSRTC അടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ ഇപ്പോഴും തുടരുക തന്നെയാണ്. പക്ഷേ KSRTCയുടെ ഏറ്റവും പ്രധാനമായ ശക്തി എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം അവർക്ക് ഭൂമിയുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ആ ഭൂമി പല സ്ഥലങ്ങളിലും അനാവശ്യമായി ഉപയോഗിക്കാതെ കിടക്കുകയാണ്. എന്തായാലും ആ ഭൂമി ഉപയോഗിക്കാനുള്ള ഒരു പദ്ധതിയുമായി KB ഗണേഷ് കുമാർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനമായി 5 സ്ഥലങ്ങളാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ മൂന്നാർ ഏറ്റവും സുപ്രധാനമാണ്. മൂന്നാറിൽ ഒരു 5 സ്റ്റാർ ഹോട്ടൽ പണിയാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതുപ്രകാരം മൂന്നാറിൽ 3 ഏക്കർ സ്ഥലമാണ് KSRTCക്കുള്ളത്.
അതിൽ 5 സ്റ്റാർ ഹോട്ടൽ പണിയും അതിന് സ്പാ കൂടാതെ ഹിൽ വ്യൂ റിസോർട്ടുകൾ എന്നിവ ഉൾപ്പെടുത്തിയായിരിക്കും ഈ 5 സ്റ്റാർ ഹോട്ടൽ പണിയുക. മറ്റൊന്ന് പൂവാറാണ്, തിരുവനന്തപുരം ജില്ലയിലെ ഈ പൂവാർ 1 ഏക്കർ ഭൂമി ഇപ്പോൾ KSRTCക്ക് ഉണ്ട്. അതും കായൽ കാണാവുന്ന രീതിയിലുള്ള ഭൂമിയാണുള്ളത്. ഇവിടെ ഒരു റിസോർട്ട് നിർമ്മിക്കാനാണ് പദ്ധതി ഇട്ടിരിക്കുന്നത്. മറ്റൊന്ന് കൊല്ലത്താണ്. കൊല്ലത്ത് 1 ഏക്കർ 75 സെൻറ്റ് ഭൂമിയാണ് KSRTCക്ക് ഉള്ളത്. ഇവിടെ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങും ഒപ്പം അഷ്ടമുടി കായലിനോട് ചേർന്ന് ഒരു റിസോർട്ടും നിർമ്മിക്കാനാണ് പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത്. മറ്റൊന്ന് എറണാകുളത്താണ്. എറണാകുളത്ത് 4 ഏക്കർ ഭൂമിയാണ് നഗരമധ്യത്തിൽ KSRTCക്ക് ഉള്ളത്. അത് ഒരു വലിയൊരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് തന്നെയാണ് KSRTC ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന് പെരിന്തൽമണ്ണയിലാണ്. പെരിന്തൽമണ്ണയിൽ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിനൊപ്പം ഒന്നുകിൽ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ സെൻറ്ററോ ആണ് ഉദ്ദേശിക്കുന്നത്. BOT അടിസ്ഥാനത്തിലായിരിക്കും പദ്ധതി നടപ്പാക്കാൻ ആലോചിക്കുന്നത്. 29 വർഷം പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി ഈ പദ്ധതി നടപ്പാക്കും. അതിനുശേഷം KSRTCക്ക് ഈ ബിൽഡിംഗ് അടക്കം സ്വന്തമാകുന്ന രീതിയിലായിരിക്കും കരാർ ഉറപ്പിക്കാൻ പോവുക. എന്തായാലും ടെൻഡർ KSRTC ക്ഷണിച്ചിട്ടുണ്ട്. SKN. ഓക്കെ, താങ്ക് യു. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ പറഞ്ഞത്. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം വന്നു. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആലപ്പുഴ ഉൾപ്പെടെ 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. കേരളത്തിലെ പൊതുവെയുള്ള മഴയുടെ സ്ഥിതിയെക്കുറിച്ചും കെടുതികളുടെ വാർത്തകളെക്കുറിച്ചും വിവരങ്ങളുമായി ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് തത്സമയം ചേരുകയാണ്. ശ്രീകാന്ത്, കേരളത്തിലിപ്പോൾ പല ജില്ലകളിലും കാര്യമായി മഴ പെയ്യുന്നുണ്ട്. 3 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സർക്കാർ അവധിയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മറ്റുള്ള ജില്ലകളിലെ വിവരങ്ങൾ എങ്ങനെയാണ്? മറ്റേതെങ്കിലും ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടോ? അതിനുള്ള നീക്കമുണ്ടോ? ഇപ്പോൾ മധ്യ കേരളത്തിൽ പൊതുവെ കോട്ടയത്തും ഇടുക്കിയിലുമായിരുന്നു ശക്തമായ മഴ ഉണ്ടായിരുന്നത്. പക്ഷേ നിലവിൽ ഇപ്പോൾ വടക്കൻ ജില്ലകളിലാണ് മഴ അതിശക്തമായി പെയ്യുന്നത്. റെഡ് അലേർട്ടുള്ള ജില്ലകൾ വടക്കൻ മേഖലയിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് എറണാകുളത്ത് ഓറഞ്ച് അലേർട്ടായിരുന്നു, മലപ്പുറത്ത് റെഡ് അലേർട്ടാണ്, കോഴിക്കോട് റെഡ് അലേർട്ടാണ്, വയനാട് റെഡ് അലേർട്ടാണ്, അതോടൊപ്പം കാസർഗോഡും ഇത്തരത്തിൽ റെഡ് അലേർട്ടാണ് ഇന്നുണ്ടായിരുന്നത്. പക്ഷേ നാളെ അത്തരത്തിൽ റെഡ് അലേർട്ട് ഒരു ജില്ലകളിലും ഇതുവരെയും കാണിച്ചിട്ടില്ല. അതിലാകെയുള്ളത് കണ്ണൂരിലും കാസർഗോഡും ഓറഞ്ച് അലേർട്ടാണ് നാളെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. എങ്കിലും മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. 3 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം എറണാകുളം ജില്ലയെ സംബന്ധിച്ചാണെങ്കിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട് ആയിരുന്നു. നാളെ കാര്യമായ പ്രശ്നങ്ങൾ, കാര്യമായ മഴയോ മറ്റ് കാര്യങ്ങളോ ഉള്ളതായി പ്രവചിക്കുന്നില്ല. യെല്ലോ അലേർട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ഇന്ന് രാവിലെ മുതൽ മനീഷ് മഗിവാലെ ഒരു വാർത്ത ആലപ്പുഴയിൽ നിന്ന് അറിയിക്കുന്നുണ്ട്. ആലപ്പുഴ ജില്ലയിൽ തുടർച്ചയായി പെയ്യുന്ന മഴയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനാലും ജലനിരപ്പ് ഉയരുന്നതുകൊണ്ടും കുട്ടികളുടെ സുരക്ഷ മുൻനിർത്തി ഇന്ന്, അതായത് ചൊവ്വാഴ്ച, നാളെയാണ് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ട്യൂഷൻ സെൻ്ററുകൾക്കും അംഗനവാടികൾക്കും ആലപ്പുഴ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. മുൻ നിശ്ചയിച്ച പരീക്ഷകൾ മാറ്റമില്ലാതെ തുടരും. ഒന്നുകൂടി പറയാം, ആലപ്പുഴ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കും. അംഗനവാടികൾക്കും അതുപോലെ തന്നെ ട്യൂഷൻ സെൻ്ററുകൾക്കും ഒക്കെ അവധിയായിരിക്കുമെന്ന് ആലപ്പുഴ ജില്ലാ കളക്ടറുടെ അറിയിപ്പിൽ പറയുന്നു. ശ്രീകാന്ത്, താങ്കൾക്ക് തുടരാം. നാളെ മലപ്പുറം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പറഞ്ഞിട്ടുണ്ട്. ശക്തമായ മഴ തുടരുന്ന പശ്ചാത്തലത്തിലാണ് മലപ്പുറം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചത്. മദ്രസകൾ, അങ്കണവാടികൾ, ട്യൂഷൻ സെന്ററുകൾ എന്നിവയ്ക്കെല്ലാം അവധി ബാധകമാണ്. മലപ്പുറം ജില്ലയിലെ കുട്ടികൾക്ക് നാളെ സന്തോഷമുള്ള ഒരു വാർത്തയാണ് അങ്ങനെ പറയുകയാണെങ്കിൽ പറഞ്ഞാൽ വരുന്നത്. ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം അവിടെയും ഈ ജലനിരപ്പ് ഉയരുന്നതിനാൽ കുട്ടികളുടെ സുരക്ഷ മുൻനിർത്തി ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും അംഗനവാടികൾക്കും അവധി പ്രഖ്യാപിച്ച ഉത്തരവായി. മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പരീക്ഷകൾക്ക് പക്ഷേ മാറ്റമില്ല. മധ്യകേരളത്തിൽ പൊതുവെ ഇന്ന് രാവിലെ ശക്തമായ മഴ പെയ്തു. വൈകുന്നേരത്ത് ചെറിയ മഴ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ പെയ്തു. മലയോര മേഖലകളിലൊക്കെ തന്നെ ഇടവിട്ടുള്ള ശക്തമായ മഴയുണ്ടായിരുന്നു. പക്ഷേ പതിയ വടക്കൻ കേരളത്തിലേക്കാണ് മഴ മാറിയിരിക്കുന്നത്. നാളെ കണ്ണൂരും കാസർഗോഡും ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ അതിൽ രാവിലത്തോടുകൂടി മാറ്റം വരാനും സാധ്യതയുണ്ട്. പക്ഷേ നിലവിൽ ഓറഞ്ച് അലേർട്ടാണ്. മറ്റ് കാര്യമായ പ്രശ്നങ്ങളില്ല. ഇപ്പോഴും വടക്കൻ മേഖലയിൽ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു ശ്രീകാന്ത്. ഇപ്പോൾ 4 ജില്ലകൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആലപ്പുഴ, തൃശ്ശൂർ, കാസർഗോഡ്,
മലപ്പുറം. ഈ 4 ജില്ലകൾക്ക് മാത്രമേ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളൂ. 24-ന്റെ പേരിൽ ഒരു വ്യാജ വാർത്ത കോഴിക്കോടും പരിസര പ്രദേശങ്ങളും പ്രചരിക്കുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണെന്നാണ് പ്രചാരണം. നാളെ അവധിയുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കാർഡും സോഷ്യൽ മീഡിയ വഴിയൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന കാർഡില്ലേ, അത് 24 ഇറക്കിവിട്ട കാർഡല്ല, ആരോ വ്യാജമായി നിർമ്മിച്ചു വിട്ടിരിക്കുകയാണ്. കോഴിക്കോട് അന്വേഷണത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായത് കോഴിക്കോട് ജില്ലാ കളക്ടർ കോഴിക്കോട്ട് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടില്ല. കോഴിക്കോട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധിയാണ് എന്ന രീതിയിലൊരു കാർഡ് പ്രചരിപ്പിക്കുന്നുണ്ട്. ഈ കാർഡ് വ്യാജമാണ്, ആരോ മനഃപൂർവ്വം നിർമ്മിച്ച് വിട്ടിരിക്കുകയാണ്. 24-ന്റെ പേരിലാണ് ഈ വ്യാജ പ്രചാരണം. കോഴിക്കോട് ജില്ലയ്ക്ക് ഇതുവരെ ഒരു അവധിയും കോഴിക്കോട് ജില്ലാ കളക്ടറോ ജില്ലാ ഭരണകൂടമോ പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് പ്രിയപ്പെട്ടവരെ അറിയിക്കുകയാണ്. കോഴിക്കോട് അവധിയാണെന്ന് കരുതി കുട്ടികളൊക്കെ നാളെ മടി പിടിച്ചിരിക്കേണ്ട. കോഴിക്കോട് ഇതുവരെ അവധിയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. എന്താ ചെയ്യുക? ഇനി അയലത്തെ പെരുങ്കള്ളൻ. കേരളത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച സംഭവമാണ് കണ്ണൂർ വളപട്ടണത്ത് നടന്നത്. ഒരു വ്യവസായിയുടെ വീട്ടിൽ കയറി 1,21,00,000 രൂപയും 267 പവൻ സ്വർണവും കവർന്നു. അന്വേഷണം ഗംഭീരമായി നടന്നു. അവസാനം തൊണ്ടി മുതലുമായി അയൽദ്രോഹി പിടിയിലായി. കണ്ണൂർ എസ് പിയുടെ നേതൃത്വത്തിൽ 20-അംഗ പോലീസ് സംഘത്തിൻ്റെ പഴുതടച്ച അന്വേഷണത്തിലൂടെയാണ് പ്രവാസി കൂടിയായ ഒരു പ്രതി ലിജീഷ് പിടിയിലാകുന്നത്. കട്ടിലിൻ്റെ അടിയിൽ നിർമ്മിച്ച ലോക്കറിൽ നിന്ന് 1,21,00,000 രൂപയും 267 പവൻ സ്വർണവും ഇന്ന് പോലീസ് കണ്ടെടുത്തു. വലിയ വാർത്തയാണ്. കേരള പോലീസിനൊരു സല്യൂട്ട് കൊടുക്കേണ്ട കാര്യമാണ്. വളരെ പെട്ടെന്ന് അവർ ഒരു സംശയത്തിനും ഇട കൊടുക്കാതെ ഈ അയൽവാസിയെ എടുത്തകത്തിട്ടു. സംസ്ഥാനത്തെ കുറ്റാന്വേഷണ ചരിത്രത്തിലെ അപൂർവമായൊരു കേസിലാണ് റെക്കോർഡ് വേഗത്തിൽ അന്വേഷണ സംഘം പ്രതിയിലേക്ക് എത്തിയത്. കേസന്വേഷണം തുടങ്ങി 8-ാം നാൾ പ്രതി പോലീസ് വലയിൽ. വളപട്ടണം മന്നയിലെ അരി വ്യാപാരി KP അഷ്റഫിന്റെ വീട്ടിൽ നിന്ന് കവർന്ന മുഴുവൻ മോഷണ മുതലുകളുമായി പ്രതി ലിജീഷ് അറസ്റ്റിൽ. മോഷണം നടന്ന വീടും പ്രതിയുടെ വീടും തമ്മിൽ ഒരു മതിലിന്റെ അകലം മാത്രം. CCTV ദൃശ്യത്തിലെ രൂപസാദൃശ്യവും ധരിച്ചിരുന്ന ടീഷർട്ടും നിർണായക സൂചനയായി. മോഷണം നടത്തി പിറ്റേന്നും പ്രതിയെത്തിയതും വ്യാപാരിയുടെയും കുടുംബത്തിന്റെയും യാത്രാ വിവരങ്ങൾ മനസ്സിലാക്കിയെന്ന വിലയിരുത്തലും സമീപവാസികളെയും സംശയിക്കാൻ ഇടയാക്കി. പാപ്പിനിശ്ശേരി കീച്ചേരിയിൽ 1 വർഷം മുൻപ് നടന്ന മോഷണക്കേസിലെ വിരലടയാളവുമായി പ്രതിയുടെ വിരലടയാളം യോജിച്ചതും വഴിത്തിരിവ്. മോഷ്ടിച്ച 1,21,00,000 രൂപയും 267 പവൻ സ്വർണവുമായി പ്രതി നേരെ പോയത് സമീപത്തെ സ്വന്തം വീട്ടിലേക്ക്. വെൽഡിംഗ് തൊഴിലാളിയായ പ്രതി കിടപ്പുമുറിയിലെ സ്വന്തം കട്ടിലിന്റെ അടിയിൽ നിർമ്മിച്ച രഹസ്യറയിൽ മോഷണ മുതൽ ഒളിപ്പിച്ചു. ഒടുവിൽ പക്ഷേ പഴുതടച്ച അന്വേഷണത്തിലൂടെ പ്രതി വലയിൽ. മിനിയാനെ രാത്രി മുതൽ ഞങ്ങൾ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ഫിംഗർ പ്രിൻ്റ് എടുത്തു. ഈ ഫിംഗർ പ്രിൻറ്റിൻ്റെ ഒരു ഫാസ്റ്റ് ട്രാക്ക് ബേസിസിൽ ഇന്നലെ ഞായറാഴ്ച തന്നെ മാച്ചിങ് ചെയ്തിട്ട് നോക്കി. നമുക്ക് സക്സസ് കിട്ടി. ലെഫ്റ്റ് ഇൻഡെക്സ് ഫിംഗർ മാച്ച് ആയിട്ടുണ്ട് കീച്ചേരി കേസായിട്ട്. ദിസ് പേഴ്സൺ ഇറ്റ് സെൽഫ് മേ ബി ഇൻവോൾവ് ഇൻ ദിസ് കേസ് ഓൾസോ. നമ്മുടെ പ്രസൻറ്റ് കേസും ഇയാൾ തന്നെ ഇൻവോൾവ് ആണ്. കഴിഞ്ഞ മാസം 20-ാം തീയതി നടന്ന മോഷണം കുടുംബാംഗങ്ങൾ അറിയുന്നത് യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയ 24-ന്. അന്വേഷണത്തിലെ സുവർണ മണിക്കൂറുകൾ നഷ്ടമായിട്ടും റെക്കോർഡ് വേഗത്തിൽ പ്രതിയിലേക്ക്. തെളിവുകളോടെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെ പ്രതി കുറ്റം സമ്മതിച്ചു. തെളിയാതെ കിടന്ന കീച്ചേരിയിലെ മോഷണക്കേസിലും ദുരൂഹത മറനീക്കി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സംസ്ഥാനത്ത് ഞെട്ടിച്ച കവർച്ചാ കേസിൽ അന്വേഷണം നടക്കുമ്പോൾ പ്രതി തൊട്ടയത്ത് തന്നെ ഉണ്ടായിരുന്നു. ഒരു മതിലിനപ്പുറമുള്ള വീട്ടിൽ അന്വേഷണത്തിന് ദൃക്സാക്ഷിയായി തുടർന്നു. പക്ഷേ അമിതാത്മവിശ്വാസം തിരിച്ചടിയായി. തെളിവുകളോടെ വളരെ വേഗത്തിൽ അന്വേഷണ സംഘത്തിന് പ്രതിയിലേക്ക് എത്താനായി. മിഥുൻ ചാത്തോത്തിനൊപ്പം സജോ ദേവസ്യാം, 24 കണ്ണൂർ. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇരുട്ടിൽ തപ്പി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ച ശേഷം അന്വേഷണം ഏതാണ്ട് നിലച്ച മട്ടിൽ. കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരിൽ ഭൂരിഭാഗവും സ്ഥലം മാറിപ്പോയി. അന്തിമ കുറ്റപത്രം ഇന്ന് സമർപ്പിക്കാൻ കഴിയും എന്നതിൽ അവ്യക്തത തുടരുകയാണ്. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ശ്രീകാന്ത്, ഈ അന്വേഷണത്തിനിടയിലാണ് ഉദ്യോഗസ്ഥന്മാരൊക്കെ സ്ഥലം മാറിപ്പോയത്?
ഈ പ്രതികൾക്ക് ജാമ്യം കിട്ടാതിരിക്കാൻ ആദ്യഘട്ട കുറ്റപത്രം വെച്ചിരുന്നു. പക്ഷേ ഇതിൽ അന്തിമ കുറ്റപത്രം ഇനിയും സമർപ്പിച്ചിട്ടില്ല. കഴിഞ്ഞ തവണ സുപ്രീം കോടതി ഈ കേസിൽ പറഞ്ഞത് എത്രയും വേഗം അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കണം എന്നുള്ളതാണ്. പക്ഷേ അതിന് സാധിക്കാത്ത പശ്ചാത്തലത്തിൽ ഇന്ന് ഈ കേസിലെ 2 പ്രധാന പ്രതികൾക്ക് ജാമ്യം കിട്ടുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിലാണ് ഈ കേസ് ഏത് നിലയിലെത്തി എന്നുള്ളത് വലിയ പ്രസക്തമാകുന്നത്. ഇപ്പോൾ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസുമായി ബന്ധപ്പെട്ട ഇരുട്ടിൽ തപ്പുകയാണ് എന്നുള്ളതാണ് വസ്തുത. കാരണം ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ച ശേഷം അന്വേഷണം ഏറെക്കുറെ നിലച്ച മട്ടാണ്. അതിനൊരു കാരണമുണ്ട്. അതായത് ഈ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരിൽ ഭൂരിഭാഗവും സ്ഥലം മാറിപ്പോയി എന്നുള്ളതാണ്. ഡെപ്യൂട്ടി ഡയറക്ടർ പ്രശാന്ത് സ്ഥലം മാറിപ്പോയി. അതോടൊപ്പം തന്നെ കവിത്കർ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു, അദ്ദേഹം സ്ഥലം മാറിപ്പോയി. ഒപ്പം മനോജ്, ഏറ്റവും ഒടുവിൽ ഈ ടീമിലുണ്ടായിരുന്ന അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു മനോജും സ്ഥലം മാറി പോയതോടെ ഇപ്പോൾ ഈ അന്വേഷണം എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു. നിലവിൽ നമുക്ക് കിട്ടുന്ന ആ അറിയിപ്പ് പ്രകാരമാണ് എങ്കിൽ പുതിയ അസിസ്റ്റന്റ് ഡയറക്ടർക്ക് അന്വേഷണ ചുമതല കൈമാറി എന്നാണ് അറിയുന്നത്. അദ്ദേഹം ഇപ്പോൾ വന്നിട്ടേയുള്ളൂ. പശ്ചിമ ബംഗാൾ സ്വദേശിയും അസിസ്റ്റന്റ് ഡയറക്ടറുമായ നിർമ്മൽ കുമാർ മോച്ചയാണ് പുതിയ അന്വേഷണ സംഘത്തലവൻ. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇനി ഇത് പഠിക്കണം, ഇതിന്മേൽ തുടരന്വേഷണം നടത്തണം, ബാക്കി കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷമേ അന്തിമ കുറ്റപത്രം സമർപ്പിക്കാൻ സാധിക്കൂ. അതിന് എങ്ങനെ പോയാലും 2-3 മാസമൊക്കെ എടുക്കും എന്നാണ് ED വൃത്തങ്ങൾ പറയുന്നത്. അതായത് മല പോലെ വന്നത് ഇപ്പോൾ എലി പോലെ പോയി എന്നുള്ളത് കൃത്യമായി തന്നെ പറയാം. ഇനി ഈ വന്ന പുതിയ ഉദ്യോഗസ്ഥൻ ഇതിന്റെ കാമ്പും കഴമ്പും കണ്ടെത്തി അന്തിമ കുറ്റപത്രം എപ്പോൾ വെക്കും, ആർക്കൊക്കെ എതിരെ നടപടി സ്വീകരിക്കുമെന്നൊക്കെ കണ്ടു തന്നെ അറിയണം. ഓക്കെ, താങ്ക് യു ശ്രീകാന്ത്. കേരളത്തിലെ പല ജില്ലകളിലും ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ കാര്യമായ മഴയുണ്ട്, ചില സ്ഥലങ്ങളിൽ നല്ല കാറ്റും വീശുന്നുണ്ട്. കേരളത്തിലെ 4 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാസർഗോഡ്, തൃശ്ശൂർ, മലപ്പുറം, ആലപ്പുഴ. എന്നാൽ കോഴിക്കോട് ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു എന്ന പേരിൽ 24-ന്റെ പേരിൽ വ്യാജ പ്രചാരണം നടക്കുന്നു. കോഴിക്കോട്ടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടില്ല. 24-ന്റെ പേരിൽ നടക്കുന്നത് വ്യാജ പ്രചാരണമാണ് എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ തിരിച്ചറിയണം. അവിടെ മഴയും കാറ്റും ശക്തമാണ് എന്നത് സത്യമാണ് കോഴിക്കോട്ടെ പല സ്ഥലങ്ങളിലും. എന്നാൽ അവധിയൊന്നും കോഴിക്കോട് ജില്ലയിൽ പ്രഖ്യാപിച്ചിട്ടില്ല. 4 സ്ഥലങ്ങളിൽ മാത്രമേ അവധിയുള്ളൂ: ആലപ്പുഴ, തൃശ്ശൂർ, മലപ്പുറം, കാസർഗോഡ്. ഇനി ശബരിമലയിലേക്ക്. ശബരിമലയിൽ മഴ അല്പം കുറഞ്ഞു നിൽക്കുന്നു എന്നാണ് ഞങ്ങളുടെ ശബരിമല ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിക്കുകയാണ്. ഇന്ന് 8 മണിവരെ 75,000-ലധികം ഭക്തന്മാർ അവിടെ ശബരിമലയിൽ ദർശനം നടത്തി. സന്നിധാനത്തെ മഴയ്ക്കും നേരിയ ശമനം. YS അഭിനന്ദ് ശബരിമല സന്നിധാനത്ത് നിന്ന് തത്സമയം ചേരുന്നു. അഭിനന്ദ്, യഥാർത്ഥത്തിൽ ഈ മഴ മാറി നിൽക്കുന്നു എന്നുള്ള ആശ്വാസകരമായ വാർത്തയുണ്ട്. എന്താണ് ഇന്ന് തിരക്ക് കൂടിയതിൻ്റെ കാരണം എന്താണ്? SKN കഴിഞ്ഞ ശനിയാഴ്ച ഞായറാഴ്ചയും ഒരു വലിയ തീർത്ഥാടകരുടെ തിരക്ക് കുറവുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ തിങ്കളാഴ്ച ആയപ്പോൾ വലിയൊരു തിരക്ക് തന്നെയാണ് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മഴയ്ക്ക് നേരിയ ഒരു ശമനമുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ശക്തമായ മഴയാണ് സന്നിധാനത്തും പമ്പയിലും നിലയ്ക്കലും ഒക്കെ പെയ്തത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ചെറിയ രീതിയിലുള്ള തീർത്ഥാടകരുടെ എണ്ണം കുറഞ്ഞത്. എന്താണ് ഇപ്പോൾ 80,000-ലേക്ക് എത്തുകയാണ് തീർത്ഥാടകരുടെ എണ്ണം. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു 80,000-ലേക്ക് അവസാനമായി തീർത്ഥാടകരുടെ എണ്ണം എത്തിയത്. ഇപ്പോൾ തീർത്ഥാടകരുടെ എണ്ണം 80,000-ലേക്ക് എത്തിയിരിക്കുകയാണ്. സ്പോട്ട് ബുക്കിംഗ് സംവിധാനത്തിലൂടെയും കൂടുതൽ ഭക്തജനങ്ങൾ ഇവിടെ എത്തുന്നുണ്ട്. 18-ാം പടിയിലേക്ക് കയറി വരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസ് തിരക്കിട്ട് പണിപെട്ട് ഇവിടെ ഒക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യമാണുള്ളത്. പമ്പയിൽ ഇപ്പോഴും ഒരു നിയന്ത്രണമുണ്ട്. പമ്പയിൽ ഉണ്ടായിരുന്ന ഒരു നിയന്ത്രണത്തിൽ ഇപ്പോൾ ഇളവ് നൽകിയിട്ടുമുണ്ട്. ഒപ്പം തന്നെ കാനനപാതയിലൂടെ സഞ്ചരിക്കുന്നതിനുള്ള നിയന്ത്രണം ഇപ്പോഴും തുടരുകയാണ്. എന്തായാലും കഴിഞ്ഞ വെള്ളിയാഴ്ചയ്ക്ക് ശേഷം 2 ദിവസങ്ങൾ ഒരു തിരക്ക് അനുഭവപ്പെട്ടിരുന്നില്ല. എന്തായാലും വീണ്ടും ഒരു തിരക്ക് തിങ്കളാഴ്ച ആയപ്പോൾ അനുഭവപ്പെടുന്നു. ഒരു മാറ്റം കൂടിയുണ്ട്. ശനി ഞായറുമാണ് സാധാരണ തിരക്ക് എപ്പോഴും ശബരിമലയിൽ അനുഭവപ്പെടാറുള്ളത്. ഇപ്പോൾ പ്രവൃത്തി ദിവസങ്ങളിലാണ് ആ തിരക്ക് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഒരുപാട് പേർ സ്വാമിമാരൊക്കെ വന്ന് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അവർ ഈ കാനനപാത അടച്ചതിലുള്ള ഒരു വിഷമം അവർ രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. SKN, എന്തായാലും തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഒരു വർധനവ് അനുഭവപ്പെടുന്നുണ്ട്. SKN. ഇവനെന്താണ് ശബരിമലയിൽ ചേർന്നത്? ഇനി ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ഇനി ഇന്നത്തെ വാർത്താ പകലിൽ സംഭവിച്ച വാർത്തകളിലേക്ക്.
ഒരുപക്ഷെ പകൽ വാർത്താ ചാനലുകൾ കാണാൻ കഴിയാതെ പോയവർക്കും പിന്നെ പകൽ വാർത്തകൾ ഒന്നുകൂടി വിശദാംശങ്ങൾ അറിയാനുമായി കാത്തിരിക്കുന്നവർക്കുമായി വാർത്താ പകൽ. ഇടുക്കി കട്ടപ്പന പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ യുവാവിന്റെ ദേഹത്തേക്ക് സ്വകാര്യ ബസ് പാഞ്ഞുകയറി. രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. അന്വേഷണം ആരംഭിച്ച് മോട്ടോർ വാഹന വകുപ്പ്. കൊല്ലം കടക്കിലിൽ തടികയറ്റിയ പിക്കപ്പ് ലോറി നിയന്ത്രണം വിട്ട് വീട്ടുമുറ്റത്തേക്ക് ഇടിച്ചുകയറി. കണ്ണൂരിൽ KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് നിരവധി പേർക്ക് പരുക്ക്. നടിയെ ആക്രമിച്ച കേസിൽ അന്തിമവിധി വൈകും. പ്രതിഭാഗം ഹാജരാക്കിയ തെളിവുകൾ കോടതി പരിശോധിക്കും. തുടർവാദം പിന്നീട്. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഇനി മുതൽ OP ടിക്കറ്റിന് 10 രൂപ. നടപ്പിലാക്കിയത് ആശുപത്രി വികസന സമിതി യോഗത്തിന്റെ തീരുമാനം. പ്രതിഷേധവുമായി പ്രതിപക്ഷ സംഘടനകൾ. 24 ഇംപാക്ട്. തിരുവനന്തപുരത്ത് ഓട്ടോ ഡ്രൈവർക്ക് 20,000 രൂപ പിഴയിടാക്കിയ സംഭവത്തിൽ ഇടപെട്ട് ഗതാഗത മന്ത്രി. MVDയുടെ നടപടി പുനഃപരിശോധിക്കാൻ മന്ത്രി KB ഗണേഷ് കുമാറിന്റെ നിർദ്ദേശം. ഹിയറിംഗ് നടത്തി പിഴ ഒഴിവാക്കി നൽകും. മാധ്യമപ്രവർത്തകൻ KM ബഷീറിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ വിചാരണ നടപടികൾ നിർത്തിവച്ചു. മുകൾ നിലയിലെ കോടതി മുറിയിലെത്താൻ ബുദ്ധിമുട്ടെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ. വിചാരണ മറ്റേതെങ്കിലും കോടതിയിലേക്ക് മാറ്റണമെന്ന് ആവശ്യം. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രതികൾക്ക് ജാമ്യം. PR അരവിന്ദാക്ഷനും CK ജിൽസനും ജാമ്യം നൽകിയത് ഹൈക്കോടതി. ജാമ്യം നിഷേധിക്കാൻ ഈ ഘട്ടത്തിൽ കാരണങ്ങളില്ലെന്ന് കോടതി. കൊടകര കുഴൽപ്പണ കേസിൽ BJP തൃശൂർ ജില്ലാ പ്രസിഡന്റിനെതിരെ വീണ്ടും തിരൂർ സതീഷ്. പണം കൊണ്ടുപോയത് KK അനീഷ് കുമാറിന്റെ കാറിലെന്ന് ആരോപണം. ഇന്ന് വളരെ പ്രാധാന്യത്തോടെ വന്ന 2 വാർത്തകളുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, അടുക്കളയിലൊക്കെ നിൽക്കുന്ന ചേച്ചിമാരും അമ്മമാരും ഒക്കെ ഇങ്ങോട്ട് വരണം. TV ക്ക് മുന്നിൽ നിങ്ങളെല്ലാവരും വേണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുണ്ട്. ഈ വിർച്വൽ അറസ്റ്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറയുന്നൊരു സാധനം ഇൻ്റർനെറ്റ് വഴി അറസ്റ്റ് ചെയ്യാൻ ഇന്ത്യയിലെ ഒരു അന്വേഷണ ഏജൻസിക്കും അധികാരമില്ല, അതിനവർ ശ്രമിക്കത്തുമില്ല. പ്രധാനമന്ത്രി ഉൾപ്പെടെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും തട്ടിപ്പിന് നമ്മൾ വിധേയമാകുകയാണ്. ഈ സൈബർ കുറ്റങ്ങൾ പെരുകുമ്പോൾ കേരളത്തിൽ തട്ടിപ്പ് നടത്താൻ വേണ്ടി ഉത്തരേന്ത്യൻ ഈ മാഫിയ സംഘങ്ങളെ സഹായിക്കാൻ കേരളത്തിലെ കുറച്ച് വിദ്യാർത്ഥികൾ കൂടി തയ്യാറാകുന്നു എന്നതിൻ്റെ വാർത്ത ഇന്ന് രാവിലെ നമ്മൾ ബ്രേക്ക് ചെയ്തു. 25,000 രൂപ വരെ ഇവർ കമ്മീഷനായി കിട്ടും. ഈ തട്ടിച്ചെടുത്ത പണം ഇവരുടെ അക്കൗണ്ടിലേക്ക് മാറും. അവസാനം കേസ് പിടിക്കുകയാണെങ്കിൽ ഈ കുട്ടികളകത്ത് പോകും. ആ അവസ്ഥയാണ്. എന്നാൽ അതിലും വലിയ അപകടം പിടിച്ചൊരു വാർത്ത മുംബൈയിൽ നിന്നാണ് വന്നത്. ശ്രീനാഥ് ചന്ദ്രനാണ് ബ്രേക്ക് ചെയ്ത്. ഒരു യുവതി വിർച്വൽ അറസ്റ്റിൻ്റെ പേരിൽ, അതായത് ഈ ഇൻ്റർനെറ്റ് വഴി അല്ലെങ്കിൽ ഡിജിറ്റൽ വഴി അറസ്റ്റ് ചെയ്യാൻ പോവുകയാണെന്ന് 2-3 ദിവസങ്ങൾ നിരന്തരമായി പീഡിപ്പിച്ചതിന് ശേഷം അവരോട് വൈദ്യപരിശോധന നടത്തണം, തുണി അഴിച്ച് പരിശോധിക്കണമെന്നൊക്കെ പറഞ്ഞ് അവരെ തുണികളൊക്കെ അഴിപ്പിച്ച് ശരീരപരിശോധന നടത്തിയെന്ന ഞെട്ടിക്കുന്ന വാർത്ത. അവരിൽ നിന്ന് ഏതാണ്ട് 1,00,000-ലധികം രൂപ മാത്രമേ അടിച്ചു മാറ്റാൻ അവർ കഴിഞ്ഞുള്ളൂ. ഈ അടിച്ചുമാറ്റിയ തുകയേക്കാളും ഒരു യുവതിയുടെ മാനത്തിന് ഈ കള്ളന്മാർ വില പറഞ്ഞു എന്നുള്ളതാണ്. ഇത് ഇന്ത്യയിലെ ഏത് സ്ഥലത്തും ഇനി സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യമായതുകൊണ്ടാണ് ഈ വാർത്ത വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഞങ്ങൾ പറയുന്നത്. ഇത്തരം തട്ടിപ്പുകാരെ നമ്മൾ എങ്ങനെ ചെറുക്കുമെന്നുള്ളത് ഏറ്റവും വലിയ വിഷയമായിരിക്കുന്നു. ഇന്ന് വന്ന ഈ വാർത്ത ഒരുപക്ഷെ ഈ സൈബർ സംഘങ്ങളിൽ വിദ്യാർത്ഥികൾ അകപ്പെട്ടു പോയി എന്നതിനേക്കാളും അപകടം പിടിച്ചൊരു വാർത്തയാണ് മുംബൈയിൽ നിന്ന് വന്നത്. എന്തായാലും നമ്മുടെ കുട്ടികളെ നമുക്ക് സൂക്ഷിച്ചേ പറ്റൂ. മുറിയടച്ച് ഉള്ളിലിരിക്കുന്ന കുട്ടികൾ മണിക്കൂറുകളോളം എന്ത് ചെയ്യുന്നുവെന്ന് നമ്മൾ അന്വേഷിക്കാൻ സമയമാകുന്നു എന്നാണ് ഈ സംഭവം നമ്മളോട് പറയുന്നത്. ഡിജിറ്റൽ അറസ്റ്റിനെ കുറിച്ച് ഒരുപാട് വാർത്തകൾ നമ്മൾ സംപ്രേഷണം ചെയ്തു. എന്നാലും ഇതിലകപ്പെട്ടു പോകുന്നവരുടെ എണ്ണം കേരളത്തിലും കൂടി വരുന്നു. ഈ സാഹചര്യത്തിൽ വളരെ ഗൗരവത്തോടെ ഈ പ്രശ്നത്തെ നമ്മൾ സമീപിക്കുകയാണ്. തല വയ്ക്കല്ലേ, തട്ടിപ്പാണ്. ഇന്ന് രാവിലെ മുംബൈയിൽ നിന്നാണ് ശ്രീനാഥ് ചന്ദ്രൻ ഈ സ്റ്റോറി ബ്രേക്ക് ചെയ്തത്. മുംബൈയിൽ ഡിജിറ്റൽ അറസ്റ്റിൻ്റെ പേരിൽ ഒരു യുവതിയെ നഗ്നയാക്കി പണം തട്ടിയെന്നായിരുന്നു വാർത്ത. കള്ളപ്പണ കേസിൽ പ്രതിയായെന്ന് ഭീഷണിപ്പെടുത്തിയായിരുന്നു തട്ടിപ്പ്. 1,78,000 രൂപ യുവതിക്ക് നഷ്ടമായി. അതുമാത്രമല്ല, അവർക്ക് ദേഹപരിശോധന നടത്തണം എന്നതിൻ്റെ പേരിൽ യുവതിയുടെ തുണി ഉരിഞ്ഞാണ് ഈ വീരന്മാർ പരിശോധന നടത്തിയത്. വളരെ അപകടം പിടിച്ച ഒരു വാർത്തയുടെ അനാവരണമാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. ബോറിവലി ഈസ്റ്റിൽ താമസിക്കുന്ന 26-കാരിയാണ് സൈബർ തട്ടിപ്പിനൊപ്പം ലൈംഗികാതിക്രമത്തിനും ഇരയായത്. നവംബർ 19, 20 തീയതികളാണ് കേസിനാസ്പദമായ സംഭവം.
ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ ജോലി ചെയ്യുന്ന യുവതിയെ ദില്ലി പോലീസ് എന്ന വ്യാജേനയാണ് തട്ടിപ്പുകാർ ബന്ധപ്പെടുന്നത്. നരേഷ് ഗോയലുമായി ബന്ധപ്പെട്ട ഒരു കള്ളപ്പണക്കേസിൽ പ്രതിപട്ടികയിൽ പേരുണ്ടെന്ന് പറഞ്ഞാണ് ഭീഷണി. വീഡിയോ കോളിൽ യുവതിയെ തട്ടിപ്പ് സംഘം ചോദ്യം ചെയ്തു. പിന്നാലെ ദേഹപരിശോധന കൂടി നടത്തണമെന്ന് ആവശ്യപ്പെട്ടു. ഭയന്നുപോയ യുവതിയെ വിവസ്ത്രയാക്കി ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു. ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് 1,78,000 രൂപയും കൈക്കലാക്കി. തട്ടിപ്പാണെന്ന് മനസ്സിലായ യുവതി തുടർന്നാണ് പോലീസിൽ പരാതി നൽകുന്നത്. ദഹിസർ പോലീസ് സ്റ്റേഷനിലെ സൈബർ വിഭാഗത്തിൽ പരാതി നൽകി. പ്രതികളെക്കുറിച്ച് അന്വേഷണം തുടരുകയാണെന്ന് പോലീസ് പറയുന്നു. സൈബർ തട്ടിപ്പ് രീതികൾ അതിന്റെ എല്ലാ സീമകളും മറികടന്ന് സമൂഹത്തിൽ വ്യാപിക്കുകയാണ്. ഇക്കാര്യത്തിൽ ജനങ്ങൾക്കിടയിൽ എത്രത്തോളം ബോധവൽക്കരണം ആവശ്യമുണ്ട് എന്ന് തെളിയിക്കുന്നുണ്ട് ഈ സംഭവം. മുംബൈയിലെ ദഹിസർ പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നും വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ഉത്തരേന്ത്യക്കാർ മാത്രമല്ല ഇത്തരം തട്ടിപ്പിന് പിന്നിൽ. തട്ടിപ്പ് സംഘത്തിൽ നിരവധി മലയാളികളുമുണ്ടെന്ന് പോലീസിന്റെ കണ്ടെത്തൽ നമ്മെ വല്ലാതെ ആശങ്കപ്പെടുന്നു. ഉത്തരേന്ത്യൻ ലോബി തട്ടിയെടുക്കുന്ന പണം മലയാളികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളുടെ അക്കൗണ്ടിലേക്കാണ് ചെന്ന് ചേരുക. ബാങ്ക് അക്കൗണ്ടുകൾ എടുത്തു നൽകുന്നതിന് പകരമായി ഇവർക്ക് 25,000 രൂപ വരെ നൽകും. തട്ടിപ്പ് സംഘങ്ങൾ രക്ഷപ്പെടുമ്പോൾ അക്കൗണ്ട് എടുത്ത വിദ്യാർത്ഥികളാകും പിടിക്കപ്പെടുക. 24 എക്സ്ക്ലൂസീവ്. കൊൽക്കത്ത, ബീഹാർ, രാജസ്ഥാൻ എന്നിവിടങ്ങളിലാണ് തട്ടിപ്പ് സംഘം പ്രവർത്തിക്കുന്നത്. കേരളത്തിലും ഇവർക്ക് വമ്പൻ നെറ്റ്വർക്കുണ്ട്. കൊടുവള്ളി കേന്ദ്രീകരിച്ചാണ് തട്ടിപ്പ് പണം ഏകീകരിക്കപ്പെടുന്നത്. തട്ടിപ്പ് പണം സ്വരൂപിക്കുന്നതിന് വേണ്ടി ബാങ്ക് അക്കൗണ്ടുകൾ എടുത്തു നൽകാനാണ് മലയാളി വിദ്യാർത്ഥികളെ സമീപിക്കുന്നത്. ഡിജിറ്റൽ തട്ടിപ്പിൽ മലയാളി സംഘങ്ങളും അതൊരല്പം ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. പ്രധാനമായും വിദ്യാർത്ഥികളെയാണ് ഉത്തരേന്ത്യൻ സംഘങ്ങൾ ലക്ഷ്യമിടുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ ഈ തട്ടിപ്പിലൂടെ ലഭിക്കുന്ന തുക അത് അക്കൗണ്ടുകളിലേക്ക് വകമാറ്റണം. ഇതിന് ഈ അക്കൗണ്ടുകൾ കണ്ടെത്തുക, ബാങ്ക് അക്കൗണ്ടുകൾ കണ്ടെത്തുക എന്നതിന് വേണ്ടിയാണ് വിദ്യാർത്ഥികളെ ഉപയോഗിക്കുന്നത്. വിദ്യാർത്ഥികൾ തങ്ങളുടെ പേരിൽ എടുക്കുന്ന അക്കൗണ്ടുകൾക്ക് 25,000 രൂപ വരെയാണ് നൽകുക. അതോടൊപ്പം തന്നെ ഈ തട്ടിപ്പ് തുക 1 ലക്ഷമോ 5 ലക്ഷമോ 10 ലക്ഷമോ ഒക്കെ ഈ അക്കൗണ്ടിലേക്ക് വന്നാൽ അത് ക്യാഷായി വിഡ്രോ ചെയ്ത് ഈ തട്ടിപ്പ് അല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള ആൾക്ക് നൽകുമ്പോൾ ഇവർക്ക് 1 ലക്ഷത്തിന് 2,000 രൂപ വീതം നൽകും. അങ്ങനെയാണ് വിദ്യാർത്ഥികൾ ഇതിലേക്ക് ആകർഷകരാകുന്നത്. കൊടുവള്ളി കേന്ദ്രീകരിച്ചൊരു വലിയ സംഘം തന്നെ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് എറണാകുളം സൈബർ പോലീസിന്റെ വിലയിരുത്തൽ. മലയാളികളെ കേസിൽ പ്രതിയാക്കി ഉത്തരേന്ത്യൻ സംഘം രക്ഷപ്പെടും. കൂടുതലും അറസ്റ്റിലാവുക ബാങ്ക് അക്കൗണ്ടുകൾ എടുത്തു നൽകുന്നവർ. എറണാകുളം വാഴക്കാല സ്വദേശിനിയിൽ നിന്ന് 4 കോടി രൂപ തട്ടിയെടുത്ത കേസിൽ പ്രതികളെ പോലീസ് ഉടൻ പിടികൂടും. ഇന്നലെ പിടിയിലായ മുഹമ്മദ് മോസിൽ, മിഷാബ് എന്നിവരുടെ അക്കൗണ്ടുകളിലൂടെ മാത്രം 480-ലധികം ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. യഥാർത്ഥത്തിൽ മുംബൈയിൽ നിന്ന് നമ്മളെ ഏറ്റവും ഷോക്കേൽപ്പിച്ച സ്റ്റോറി ഫയൽ ചെയ്ത ഞങ്ങളുടെ പ്രതിനിധി ശ്രീനാഥ് ചന്ദ്രൻ ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീനാഥ്, യഥാർത്ഥത്തിൽ ഈ ബോറിവില്ലിലെ എവിടുത്തെ യുവതിയാണ് ഈ അപകടത്തിൽപ്പെട്ടത്? എനിക്ക് കൃത്യമായ സ്ഥലപ്പേര് ഓർമ്മയില്ല. താങ്കൾ രാവിലെ പറഞ്ഞത് ഞാൻ ഓർമ്മിക്കുന്നു, പറയൂ. മുംബൈയിലെ ബോറിവിലി ഈസ്റ്റിലാണ് ഈ യുവതി താമസിക്കുന്നത്. ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിലാണ് യുവതി ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഇക്കഴിഞ്ഞ നവംബർ 19, 20 തീയതികളിലാണ് ഈ വിധം ഡിജിറ്റൽ തട്ടിപ്പിന് മാത്രമല്ല ഒരു ലൈംഗിക അതിക്രമണത്തിന് കൂടി ഈ യുവതി ഇരയാക്കപ്പെട്ടത്. നരേഷ് ഗോയലുമായി ബന്ധപ്പെട്ട, അതായത് ജെറ്റ് എയർവേസുമായി ബന്ധപ്പെട്ട കള്ളപ്പണ കേസിൽ പ്രതിയായിട്ടുണ്ട്. അങ്ങനെ പ്രതിപട്ടികയിൽ താങ്കളുടെ പേരുണ്ട് എന്ന് പറഞ്ഞാണ് ദില്ലി പോലീസ് എന്ന വ്യാജേന തട്ടിപ്പുകാർ ഇവരെ വിളിക്കുന്നത്. പിന്നാലെ ഈ കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു, മറ്റൊരു മാനസികാവസ്ഥയിലേക്ക് അവരെ കൊണ്ടുചെന്ന് എത്തിച്ചു എന്നതാണ് നമുക്ക് ഇന്ന് പോലീസുമായി സംസാരിച്ചപ്പോൾ പോലും മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. അതിനുശേഷം അതിന്റെ നടപടിക്രമം എന്നുള്ള നിലയ്ക്ക് അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ പരിശോധന നടത്തണം, വൈദ്യ പരിശോധന നടത്തണം. ആ പേരും പറഞ്ഞ് ഈ യുവതിയോട് ശാരീരിക പരിശോധന നടത്താൻ വേണ്ടി വസ്ത്രങ്ങൾ അഴിക്കാൻ ആവശ്യപ്പെടുന്നു. അതുപോലും ഈ സംഘം ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കടുത്ത ലൈംഗികാതിക്രമത്തിന് കൂടി ഈ യുവതി ഇരയാക്കി. പിന്നീട് ഈ അക്കൗണ്ടിൽ നിന്ന് 1,78,000 രൂപയും നഷ്ടമായി. അതിനുശേഷമാണ് ദഹിസറിലുള്ള പോലീസ് സ്റ്റേഷനിലെത്തി ഈ യുവതി പരാതി നൽകുന്നത്. ഇപ്പോൾ അവിടെ നിന്ന് കേസ് അന്ധേരിയിലെ സൈബർ വിഭാഗത്തിനെ കൈമാറിയിട്ടുണ്ട്. ഇപ്പോൾ അവിടെയാണ് കേസ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഇതിന്റെ ഒരു ഗൗരവ സ്വഭാവം ഏതായാലും പോലീസും കാര്യമായി തന്നെ എടുക്കുന്നുണ്ട്. ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് പിടികൂടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അന്വേഷണം കാര്യക്ഷമമായി നടക്കുന്നുണ്ട് എന്നതാണ് പോലീസ് പറയുന്നത്. ശ്രീനാഥ് ചന്ദ്രനാണ് ടെലിഫോൺ ഉണ്ടായിരുന്നത്. ഞാൻ ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് ഒരു അപകടത്തിൻ്റെ വാർത്ത വന്നു. കളർകോട് കാറും KSRTC ബസ്സും കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത്. കാറിലുണ്ടായിരുന്ന 7 യുവാക്കൾക്ക് ഗുരുതരമായി പരിക്കേറ്റുവെന്ന് വാർത്ത വരുന്നു. KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ്സിലേക്ക് കാർ വന്നിടിച്ചാണ് അപകടം ഉണ്ടായത്. കാർ വെട്ടിപ്പൊളിച്ചാണ് യുവാക്കളെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതെന്ന് നമ്മുടെ പ്രതിനിധി അറിയിക്കുന്നു.
ഇനി ഈ സൈബർ തട്ടിപ്പ് ലോകത്തേക്ക് വിദ്യാസമ്പന്നരും സമൂഹത്തിൽ അറിയപ്പെടുന്നവരെയും ഈ ഡിജിറ്റൽ അറസ്റ്റ് എന്ന പേരിൽ തട്ടിപ്പിന് വിധേയമാക്കിയിട്ടുണ്ട്. ഇത്രയേറെ വാർത്തകളും പോലീസിൻ്റെ ബോധവൽക്കരണവും പ്രധാനമന്ത്രി തന്നെ നേരിട്ട് പറഞ്ഞിട്ടുമൊക്കെ തന്നെ ആളുകൾ ഈ കെണിയിൽ അകപ്പെടുന്നു എന്നുള്ളത് നമ്മളെ അമ്പരപ്പിക്കുന്നു, അത്ഭുതപ്പെടുന്നു. ഇപ്പോൾ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് KR ഗോപികൃഷ്ണനും അതുപോലെ തട്ടിപ്പ് സംഘത്തെ തുരത്തിയ തിരുവനന്തപുരത്തെ വിദ്യാർത്ഥി അശു ഘോഷും തത്സമയം ചേരുകയാണ്. ആദ്യം KR ഗോപികൃഷ്ണനിലേക്ക്. ഗോപികൃഷ്ണൻ, ശരിക്കും നമ്മൾ ഷോക്കേറ്റ് പോയ രണ്ട് വാർത്തകളാണ്. നമ്മുടെ മലയാളി വിദ്യാർത്ഥികൾ ഇത്തരം സൈബർ തട്ടിപ്പുകൾ അകപ്പെട്ടു പോകുന്നു, അതുപോലെ ഒരു യുവതിയോട് ഒരു പീഡനം തന്നെ ഇവർ നടത്തിയെന്ന് വേണമെങ്കിൽ പറയാം. വിവരങ്ങൾ നമ്മളെല്ലാം തന്നെ നമ്മളിലൊരു ഭൂരിപക്ഷം ആളുകളും കൂടുതൽ സമയം ഇപ്പോൾ ചിലവഴിക്കുന്നത് സൈബർ ലോകത്താണ്. നമ്മളെല്ലാം ഒരു വെർച്വൽ ലോകത്ത് ജീവിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ തട്ടിപ്പ് സംഘം ഇപ്പോൾ ഏറ്റവും അധികം അവരുടെ തട്ടിപ്പ് രീതികളുമായി എത്തിയിരിക്കുന്നതും സൈബർ ലോകത്തിലാണ്. അതിലെ ഏറ്റവും പുതുതായി വരുന്ന തട്ടിപ്പ് രീതിയാണ് ഈ ഡിജിറ്റൽ അറസ്റ്റ് എന്ന പേരിൽ നടക്കുന്നത്. അതിലെ ഒരു മോഡസ് ഓപ്പറാൻഡി ഉണ്ട്. നമുക്കൊരു കോൾ വരുന്നു, അതല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് പോലെയുള്ള നമ്മുടെ ഈ മെസ്സഞ്ചറിലൂടെയൊക്കെ അവരുടെ ഒരു സന്ദേശം വരുന്നു. അതിൽ പറയുക ഒന്നെങ്കിൽ ഇൻകം ടാക്സ് ഓഫീസിൽ നിന്നാണെന്ന് പറയും, അതല്ലെങ്കിൽ CBIയുടെ ഓഫീസിൽ നിന്നാണ് പറയും, അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നാണെന്ന് പറയും. അതുമല്ലെങ്കിൽ ഇപ്പോൾ സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മമാരെയൊക്കെ വളരെ പെട്ടെന്ന് വലയിലാക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗമാണ് നിങ്ങൾക്കൊരു കൊറിയർ വന്നിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു സന്ദേശം വരുന്നു. സ്വാഭാവികമായും അതൊരു ലിങ്കോ അതല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു കോൺടാക്ട് പോയിന്റോ കിട്ടുമ്പോൾ നമ്മൾ അതെന്താണെന്ന് നോക്കുന്നു. അപ്പോൾ അവർ ആദ്യം പറയുക നിങ്ങളൊരു വലിയ ക്രമക്കേട് നടത്തിയിട്ടുണ്ട്, അതൊരു പക്ഷേ ടാക്സ് അടച്ചിട്ടില്ല, നികുതി വെട്ടിപ്പ് നടത്തിയെന്നതായിരിക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കള്ളപ്പണ ഇടപാട് നടത്തിയിട്ടുണ്ടെന്നാകാം. അപ്പോൾ മുംബൈയിലെയോ ഡൽഹിയിലെയോ ഒക്കെ പോലീസ് സ്റ്റേഷന്റെ അഡ്രസ്സ് പറഞ്ഞുകൊണ്ടാണ് ഈ തട്ടിപ്പ് സംഘം ആദ്യം നമ്മളെ സമീപിക്കുക. സ്വാഭാവികമായിട്ടും ഒരുപാട് വാട്സാപ്പ് സന്ദേശങ്ങളും ഒരുപാട് മെസ്സഞ്ചറിലൂടെയും മറ്റും ധാരാളം സന്ദേശങ്ങളും ഒക്കെ അനുദിനം വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പല സ്ഥാപനങ്ങളും പല മാർക്കറ്റിങ്ങിൻ്റെ ഒക്കെ ഭാഗമായി ഒരുപാട് മെസ്സേജസ് നമുക്ക് പലർക്കും കിട്ടാറുണ്ട്. ആ കൂട്ടത്തിൽ തന്നെയായിരിക്കും ഇത്തരം ഒരു മെസ്സേജും നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് വരിക. അപ്പോൾ സ്വാഭാവികമായി നമ്മൾ അത് എന്താണ് എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി, ആ ഒരു ആകാംക്ഷയിൽ നമ്മൾ അതിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ പറയുന്നത് നിങ്ങൾ ഒരു കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട്, നിങ്ങളെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്, നിങ്ങൾക്ക് പിന്നാലെ അറസ്റ്റ് വാറണ്ട് വരുന്നുണ്ട് എന്നൊക്കെയാണ്. ചിലയിടങ്ങളിൽ ഈ തട്ടിപ്പ് സംഘങ്ങൾ ഒരു പോലീസ് സ്റ്റേഷന്റെ മാതൃകയൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഒരു സെറ്റ് കൂടി ഉണ്ടാക്കിയിട്ട് അവിടെ നിന്നുകൊണ്ട് ഫോൺ ചെയ്യുന്നു. പിന്നെ ആവശ്യപ്പെടുക നമ്മളോട് ഒന്നെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറാണ്, അല്ലെങ്കിൽ അവരൊരു ലിങ്ക് കാണിക്കുന്നു, ആ ലിങ്കിൽ പോകാൻ പറയുന്നു, അതിനുശേഷം ഇത്ര തുക നിങ്ങൾ അടയ്ക്കണം, അല്ലെങ്കിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും, നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലായിട്ടുണ്ട് എന്ന് പറയുന്നു. സ്വാഭാവികമായിട്ടും ഇതിൽ നമ്മൾ ആദ്യം ഇതൊരു ഫ്രോഡ്സ്റ്റർ ആണ്, ഇതൊരു തട്ടിപ്പ് സംഘമാണ് എന്നൊരു പക്ഷേ നമ്മൾ ആലോചിക്കില്ല. നമ്മൾ ആദ്യം ചെയ്യുക നമ്മൾ ഭയപ്പെട്ടു പോകും. പിന്നെ രണ്ടാമത് നമ്മൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്? അപ്പോൾ അവർ പറയുന്നത് ഇത്ര രൂപ അടച്ചാൽ നിങ്ങൾ ഇതിൽ നിന്ന് രക്ഷപ്പെടും. അങ്ങനെ സ്വാഭാവികമായി ഒരു പെട്ടെന്ന് രണ്ടാമതൊരു ആലോചനയിലേക്ക് പോകാത്തയാൾ ആ വഴിയിൽ പോകുന്നു, ഈ ചതിക്കുഴിയിൽ അകപ്പെട്ടു പോകുന്നു. അങ്ങനെ അതിൻ്റെ ഏറ്റവും രൂക്ഷമായ ഒരു സാഹചര്യമാണ് നമ്മൾ ബോറിവില്ലി ഈസ്റ്റിൽ ഇന്നിപ്പോൾ ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത വാർത്തയിൽ നമ്മൾ കണ്ടത്. അവിടെ 26 വയസ്സുള്ള പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടിയാണ്. അപ്പോൾ വിദ്യാസമ്പന്നയായ പെൺകുട്ടിയായിരിക്കുമെന്ന് അറിയാം, ഈ ടെക്നോളജിയും ഒക്കെയായി അടുത്ത ബന്ധമുള്ള ആളാണെന്നറിയാം. എങ്കിലും ആ പെൺകുട്ടി ഈ വലിയ ചതിവലയത്തിൽ വീണു പോവുകയാണ്. അങ്ങനെയാണ് നഗ്ന ദൃശ്യങ്ങൾ പകർത്തുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. ഇത് നാളെ ആർക്കും സംഭവിക്കാം. ഇത് വിദ്യാസമ്പന്നരെന്നോ, ഇപ്പോൾ നമുക്കറിയാം കേരളത്തിൽ ഇത്തരം തട്ടിപ്പുകളിൽ ബാങ്ക് ഉദ്യോഗസ്ഥർ വരെ ഇരയാക്കപ്പെട്ടിട്ടുള്ള സംഭവങ്ങളുണ്ട്. ഇപ്പോൾ സൈബർ സെല്ലിലൊക്കെയുള്ള ഉദ്യോഗസ്ഥർ പറയുന്നത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിദ്യാസമ്പന്നരായ സമൂഹത്തിൽ ഉന്നത പദവിയിൽ ഇരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഈ ബോധവൽക്കരണത്തിൻ്റെ ഒക്കെ ഭാഗമായി ആളുകളെ ബോധവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ തന്നെ ഇങ്ങനത്തെ ചതിക്കുഴികളിൽ അകപ്പെട്ടു പോയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഏത് കോളുകൾ വന്നാലും അല്ലെങ്കിൽ ഏത് സന്ദേശം വന്നാലും ആദ്യം നമ്മൾ അതിനെ സംശയത്തോടു കൂടി കാണുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഫ്രോഡ്സ്റ്റർ നമ്മളടുത്ത് വരുമ്പോൾ നമ്മൾ ആദ്യം ഭയപ്പെടാതിരിക്കുക. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, നമ്മുടെ വ്യക്തിപരമായ നമ്മുടെ ഒരു വിവരവും അവർക്ക് കൈമാറരുത്. പ്രത്യേകിച്ച് ബാങ്ക് അക്കൗണ്ട് പോലെയുള്ള, അല്ലെങ്കിൽ ആധാർ കാർഡ് നമ്പർ, അതല്ലെങ്കിൽ പാൻ നമ്പർ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നമ്മുടെ സാമ്പത്തിക ഇടപാടുമായി കണ്ണിചേർന്ന് നിൽക്കുന്ന ഒരു വിവരവും അവർക്ക് കൈമാറരുത്. ഒരു ബാങ്കും ഒരു അന്വേഷണ ഏജൻസിയും ഈ നിലയിൽ നമ്മുടെ വിവരങ്ങൾ അന്വേഷിക്കില്ല എന്ന പ്രാഥമികമായ വിവരം നമ്മുടെ കയ്യിൽ ഉണ്ടാകണം. മൂന്നാമത്തെ കാര്യം, പണം ആവശ്യപ്പെട്ട് അയക്കുന്ന സന്ദേശങ്ങളാണ്, അതായത് ലിങ്കുകളാണ്. ആ ലിങ്കുകൾ ഒരിക്കലും ക്ലിക്ക് ചെയ്ത് നമ്മൾ അടുത്ത ഭാഗങ്ങളിലേക്ക് പോകരുത്. ഇനി നമ്മളൊരു അപകടത്തിൽപ്പെട്ടു, നമുക്ക് സംശയം തോന്നി, അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്തത് എന്ത് ചെയ്യണം? നമുക്ക് cybercrime.gov.in എന്ന സൈറ്റിൽ നമുക്ക് നമ്മുടെ പരാതി രേഖപ്പെടുത്താം. അതല്ല അടിയന്തരമായ ഒരു സഹായം നമുക്ക് ആവശ്യമാണെങ്കിൽ 1930 എന്ന നമ്പറിൽ ബന്ധപ്പെട്ട് നമുക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അറിയിക്കാം. പ്രധാനമന്ത്രി രാജ്യത്തെ പൊതുസമൂഹത്തോട് ഇതിന് മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്, ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറയുന്ന ഒന്നില്ല, അതിൽ ആ വലയത്തിൽ നമ്മൾ വീണു പോകരുത്. ഇവിടെ അത് പരീക്ഷിക്കാനും അത് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഇവിടെയുണ്ട്. അതുകൊണ്ട് വിദ്യാസമ്പന്നരായ ആളുകൾ പോലും ഈ അപകടത്തിൽപ്പെടുന്ന സാഹചര്യത്തിൽ നമ്മൾ വളരെ ബോധവാന്മാരായി ഇരിക്കേണ്ടതുണ്ട്. ഇത്തരം തട്ടിപ്പ് സംഘങ്ങൾക്കെതിരെ ജാഗ്രതയോടുകൂടി ഇരിക്കേണ്ടതുണ്ട്.
ഗോപികൃഷ്ണൻ, ഇപ്പോൾ ഒരു കളറോട്ടുണ്ടായ അപകടത്തിൻ്റെ വാർത്തയിൽ ഒരു നിർഭാഗ്യകരമായ വാർത്ത വരുന്നുണ്ട്. അവിടെ ഒരാൾ ഈ അപകടത്തിൽ മരിച്ചു എന്ന വാർത്തയാണ്. ഒരാളുടെ മരണം ഈ അപകടത്തിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ സൈബർ ലോകത്തെ നമ്മളെ കുറ്റകൃത്യത്തിലൂടെ നമ്മൾക്ക് വലിയ തലവേദന ഉണ്ടാക്കുന്ന ഈ സൈബർ കുറ്റവാളികൾക്ക് പണി കൊടുത്തൊരു വിദ്യാർത്ഥി തിരുവനന്തപുരത്തുണ്ട്. അശ്വഘോഷാണ് ഈ വിദ്യാർത്ഥി. അശ്വഘോഷ്, ഏത് രീതിയിലാണ് ഈ സൈബർ കുറ്റവാളികൾ താങ്കളെ സമീപിച്ചത്? എനിക്ക് ആദ്യം ലഭിക്കുന്ന കോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ നിന്നാണെന്ന് പറഞ്ഞിട്ടായിരുന്നു കോൾ വരുന്നത്. എൻ്റെ ID പ്രൂഫ് ഉപയോഗിച്ച് വേറൊരു സിം കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ച് കുറേ അധികം തട്ടിപ്പുകൾ നടത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ എൻ്റെ സിം ബ്ലോക്ക് ആകുമെന്ന് പറഞ്ഞ് ആദ്യം ഒരു കമ്പ്യൂട്ടർ ജനറേറ്റഡ് കോളായിരുന്നു വരുന്നത്. അപ്പോൾ ഏതൊരു വ്യക്തിക്കും ജെനുവിനും തോന്നിക്കുന്ന രീതിയിൽ തന്നെയുള്ള കോളായിരുന്നു. ആദ്യം തന്നെ ഞാൻ സൈബർ സെക്യൂരിറ്റി ഫീൽഡിലും കൂടെ നിൽക്കുന്നത് കൊണ്ട് ഇങ്ങനെ ട്രയലിൽ നിന്നോ മറ്റൊന്നും തന്നെ കോളുകൾ നമുക്ക് വരില്ല എന്നുള്ളൊരു ധാരണ നേരത്തെ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഇവർ തട്ടിപ്പാണെന്ന് ആദ്യം മനസ്സിലായി തന്നെയാണ് കോളിലേക്ക് എടുക്കുന്നത്. അപ്പം ട്രയൽ ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ ആദ്യം ഒരാൾ ഫോൺ എടുക്കുന്നു. അദ്ദേഹം നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ പുള്ളി പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇത് സൈബർ ക്രൈം സെല്ലാണ്, നിങ്ങൾ പറയേണ്ടതെന്ന് പറഞ്ഞ് അവർ തന്നെ സൈബർ ക്രൈം എന്ന വ്യാജേന ഒരാളിലേക്ക് കോൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അവരുടെ അടുത്ത് സംസാരിച്ച് കഴിയുമ്പോൾ ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 മണിക്കൂറിനുള്ളിൽ മുംബൈ സൈബർ ക്രൈം സ്റ്റേഷനിൽ എത്തണം. കാര്യം മുംബൈ സൈബർ ക്രൈം സ്റ്റേഷനിലാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അവിടെ വന്ന് മാത്രമേ മൊഴിയെടുക്കാൻ സാധിക്കുള്ളൂ എന്ന് പറയുന്നു. അങ്ങനെ നമ്മുടെ അടുത്ത് മുംബൈയിൽ എത്താൻ പറയുന്നു. അപ്പോൾ അത് പറ്റില്ല എന്ന് പറയുമ്പോഴാണ് ഇവർ നമ്മളെ ഓൺലൈനിലേക്ക് വിളിക്കുന്നത്. ഓൺലൈനിൽ കയറി കഴിയുമ്പോൾ തന്നെ നേരത്തെ സാറ് പറഞ്ഞ പോലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയാണ് നമുക്ക് ആദ്യം കാണാൻ പറ്റുക. അദ്ദേഹം പുള്ളിയുടെ ID കാർഡും മറ്റും നമ്മളെ കാണിച്ച് ആദ്യം തന്നെ ധരിപ്പിക്കും ശരിക്കുള്ളൊരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്നും മറ്റും. എന്നിട്ടായിരിക്കും ഇവർ ഈ തട്ടിപ്പ് ഇതിലേക്ക് പോകുന്നത്. അവർ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ ആയിരിക്കും ആദ്യം സംസാരിച്ച് തുടങ്ങുക. അതിനുശേഷമാണ് ഏറ്റവും അവസാനം എത്തി നമ്മളെ മാക്സിമം കൺവിൻസിങ് ആക്കിച്ചിട്ട് ഇവർ നമ്മുടെ അടുത്ത് പണം ചോദിക്കുന്നത്. അശ്വഘോഷിൻ്റെ വീഡിയോ, ഈ കാര്യത്തിൽ ഇറക്കിയ വീഡിയോ വൈറലായിട്ടുണ്ട്, അതെനിക്കറിയാം. എന്നാൽ ഇത്തരം ആളുകൾ നമ്മുടെ വിദ്യാഭ്യാസമുള്ള ആൾക്കാരെ തന്നെയാണ് ഇവർ സമീപിക്കുന്നത്. മറ്റൊരു കാര്യം, ഇങ്ങനെയുള്ള ആളുകൾ വരുമ്പോൾ അവരെ എങ്ങനെയാണ് നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുക, അല്ലെങ്കിൽ നേരിടാൻ എങ്ങനെ കഴിയുക, സിംപ്ലി ചോദിച്ചാൽ? ഇത് ആദ്യം തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു കോള് വരുമ്പോൾ തന്നെ നമ്മൾ ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യാനുള്ളത്. കാര്യം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്ക് ട്രയലിൽ നിന്ന് പറഞ്ഞു വന്ന പോലെ തന്നെ ഇപ്പം സാർ പറഞ്ഞ പോലെ കൊറിയർ പാർട്ട്ണർ ആണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ നിന്ന് നിങ്ങൾക്കൊരു സമൻസ് ഉണ്ടെന്ന് പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടായിരിക്കും വിളിക്കുന്നത്. ആദ്യം തന്നെ മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ വിളിച്ച് ഇത് വേറൊരു സ്ഥലത്തേക്ക് കൈമാറണം, അല്ലെങ്കിൽ പോലീസിലേക്ക് ഞങ്ങൾ കൈമാറുകയാണ്, അങ്ങനെ തരത്തിലൊന്നും തന്നെ നമ്മളെ വിളിക്കില്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കാനുള്ളത്. പിന്നെ നമ്മൾ ഇൻ കേസ് ഈ കോൾ എടുത്തു അവർ നമ്മുടെ സംസാരിക്കാൻ തുടങ്ങിയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ യാതൊരു വിധത്തിലുള്ള പേഴ്സണൽ ഡീറ്റെയിൽസും ഒരു 95% ആൾക്കാരുടെ കയ്യിലും കാണില്ല. അപ്പം നമ്മളായിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് ഒന്നും അവരിലേക്ക് പറഞ്ഞു കൊടുക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. താങ്ക് യു അശ്വഘോഷ്. എന്തായാലും താങ്കൾ അവർക്കൊരു പണി കൊടുത്തു, അതിൽ നമുക്ക് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. പ്രൈം ടൈമിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആലപ്പുഴ ജില്ലയിലെ കളറകോട് ഉണ്ടായ വാഹനാപകടം, കാറും KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ്സും കൂട്ടിയിടിച്ച് കാർ യാത്രികനായ ഒരാൾ മരിച്ച സംഭവമാണ്. കാർ വെട്ടിപ്പൊളിച്ചാണ് യുവാക്കളെ പുറത്തെടുത്തത്. വിവരങ്ങളുമായി ടെലിഫോണിൽ മനീഷ് മഹിവാലുണ്ട്. ഈ അപകടത്തിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഈ കാറാണ് സൂപ്പർ ഫാസ്റ്റിൽ പോയി ഇടിച്ചത്. മനീഷ് മഹിവാൽ ടെലിഫോൺ വിളിച്ചിരുന്നു. മനീഷ്, എങ്ങനെയായിരുന്നു അപകടം ഉണ്ടായത്? SKN, ഞാൻ ഇപ്പോൾ ഈ സംഭവ സ്ഥലത്തുണ്ട്. ഈ അപകടം ഉണ്ടായിരിക്കുന്നത് ആലപ്പുഴയിൽ നിന്നും വൈറ്റ്ലയിലേക്ക് പോകുന്ന ബസ്സായിരുന്നു, സൂപ്പർ ഫാസ്റ്റ് ബസ്സായിരുന്നു. ഈ സൂപ്പർ ഫാസ്റ്റ് ബസ്സിലേക്കാണ് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ AC റോഡിൽ നിന്നും ആലപ്പുഴയിലേക്ക് വന്ന ആലപ്പുഴ ദേശീയപാതയിലേക്ക് വന്ന കാറിലുണ്ടായിരുന്ന കാറാണ് ഈ ബസ്സിലേക്ക് ഇടിച്ചത്. ഈ ബസ് കായംകുളത്തേക്ക് പോകുമായിരുന്നു. വൈറ്റ്ല നിന്നും ഈ പുല്ലൂർക്ക് പോകുന്ന ബസ്സായിരുന്നു. ഈ അപകടം ഉണ്ടാകാൻ കാരണം നല്ല മഴയായിരുന്നു. ഈ കാർ സ്കിഡായിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാറിനകത്ത് 7 പേരുണ്ടായിരുന്നു, 7 യുവാക്കളായിരുന്നു. അതിനകത്ത് ഈ ഡോക്ടർമാരുടെ സംഘം ഉണ്ടായിരുന്നു എന്ന അടക്കമുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ഒരാൾ മരിച്ചു എന്നിട്ടുള്ള സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. 7 പേർക്കും ഗുരുതരമായിട്ടുള്ള പരിക്കുണ്ട്. ഈ വാഹനം ഓടിച്ച ആൾക്കൊഴികെ, അതായത് 7 പേരുണ്ടായതിൽ ഈ കൂട്ടത്തിൽ പരിക്ക് കുറവ് വാഹനം ഓടിച്ച ആൾക്ക് മാത്രമാണ്. ബാക്കി 6 പേർക്കും നല്ല രീതിയിൽ പരിക്കുണ്ട്. കാരണം വാഹനം സ്കിഡായ ശേഷം ഈ കാറിന്റെ മധ്യഭാഗത്തേക്കാണ് KSRTC ബസ് വന്ന് ഇടിച്ചത്. KSRTC ബസ് യാത്ര ചെയ്യുന്ന സമയത്ത് സ്കിഡ് ചെയ്ത് വണ്ടി തെന്നി വന്ന് കാറ് ഈ KSRTC ബസ്സിലേക്ക് ഇടിക്കുകയായിരുന്നു. പിന്നെ നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും ചേർന്ന് ഇവിടെ എത്തി
വെട്ടിപ്പൊളിച്ചാണ്. അതായത് ഏകദേശം ഒരു അരമണിക്കൂറോളം സമയം കൊണ്ടാണ് 7 പേരെ പുറത്തെടുക്കാൻ സാധിച്ചത്. അത്രയധികം പ്രയത്നിക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ആലപ്പുഴ ദേശീയപാതയിൽ അരമുക്കാൽ മണിക്കൂറായി നേരമായി ഇപ്പോൾ ഗതാഗതം മുടങ്ങിയിരിക്കുകയാണ്. ഇത്രയധികം ആളുകളെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കേണ്ട താമസമുണ്ട്. 3 പേർ ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഈ മരിച്ച ഒരാളല്ലാതെ 2 പേരുടെ നില കൂടി അതീവ ഗുരുതരമാണെന്നുള്ള വിവരമാണ്. കാരണം അത്രയധികം അപകടമായിരുന്നു. ഈ കാറ് പൂർണ്ണമായി നമുക്ക് ദൃശ്യങ്ങൾ കാണാം. കാറ് പൂർണ്ണമായും തകർന്ന നിലയായിരുന്നു. അതിൽ നിന്നും വെട്ടിപ്പൊളിക്കാൻ തന്നെ ഫയർഫോഴ്സിന് നന്നേ പാടുപെടേണ്ടി വന്നു. അങ്ങനെ ഒരുപാട് നേരം പാടുപെട്ടാണ് ഈ 7 പേരെയും ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അങ്ങനെ വലിയ അപകടം ഈ ആലപ്പുഴ, ഇതിന്റെ ലൊക്കേഷൻ ആലപ്പുഴ കളർകോട് ദേശീയപാതയിലാണ്. AC റോഡിൽ നിന്ന് വന്ന വാഹനമാണ് ഇവിടെ KSRTC. ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയായിരിക്കും. കോട്ടയം ജില്ലാ കളക്ടർ ജോൺ വി സാമുലാണ് ഈ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും സ്ഥാപനങ്ങൾക്കും മാത്രമായിരിക്കും അവധി ബാധകം. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കല്ല. ഈ ദുരിതാശ്വാസ ക്യാമ്പുകളായി മാറിയിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇനി വാൽകൃഷ്ണൻ. ജി സുധാകരനെ ആലപ്പുഴയിലെ സമ്മേളനങ്ങളിൽ നിന്ന് ഒഴിവാക്കിയതിന് പിന്നാലെ KC വേണുഗോപാൽ അദ്ദേഹത്തെ സന്ദർശിച്ചത് വലിയ വാർത്തയായി. VD സതീശനും BJP നേതാവ് B ഗോപാലകൃഷ്ണനും ജി സുധാകരനെ വല്ലാതെ സ്തുതിച്ചു. ജി സുധാകരനോട് ഇവർക്ക് എന്താണ് ഇത്ര പ്രണയം? കാണാം M അഫ്സലിന്റെ വാൽകൃഷ്ണൻ. മുന്നത്തെ മന്ത്രിയും ജി സുധാകരനുമായ സഖാവിനോട് ചിലർക്കൊക്കെ വല്ലാത്ത പ്രണയം. അദ്ദേഹത്തിനോട് ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകമായ ആദരവും സ്നേഹവും ബഹുമാനവും. ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ സത്യസന്ധനായ ഒരു കമ്മ്യൂണിസ്റ്റാണ് ജി സുധാകരൻ. എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. പൊന്നാമ്പൽ പുഴയിറമ്പിൽ നമ്മൾ അന്നാദ്യം കണ്ടതോർമ്മയില്ലേ? കുഞ്ഞോളം തുള്ളി വന്നൊരഴകായി എൻ മുന്നിൽ മിന്നി വന്ന കവിതേ. ജി സുധാകരൻ സഖാവിനോടുള്ള പ്രണയം തുറന്നു പറയാന് ആലപ്പുഴ കൂടെ ചിലരൊക്കെ ഇങ്ങനെ വട്ടം ചുറ്റി നടക്കുന്നുണ്ട്. ഇത്ര ആലുവ പുഴയുടെ തീരത്ത് ആരോരുമില്ല നേരത്ത് കണ്ണനം തെന്നി തെന്നി തേടി വന്നൊരു മാർഗഴിക്കാറ്റ്. പാർട്ടിയുടെ അതിരും വരമ്പൊക്കെ കടന്ന് ജി സുധാകരനെ ഇങ്ങനെ സ്നേഹിക്കാൻ എന്താണ് കാരണം എന്നാണ് മനസ്സിലാവാത്തത്. പാർട്ടിയിൽ ഇല്ലാത്തവർക്കും പാർട്ടി വിട്ടുപോകുന്നവർക്കും എല്ലാം എന്നെ പറ്റി പറയേണ്ടി വരുന്നു. സുധാകരനെ പറ്റി പറയാന് പലർക്കും ഇപ്പോ 100 നാവാണ്. വളരെ ആദരവും ബഹുമാനവും ഉള്ള ഒരാളാണ് ഞാൻ. വളരെ നല്ല ബന്ധമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹമായിട്ട് ഉണ്ടായിരുന്നത്. എന്നാലും ഇങ്ങനെ സ്തുതി പാടാന് സുധാകരേട്ടവർക്കൊക്കെ എന്ത് കൊടുത്തു? എന്റെ രാഷ്ട്രീയ ജീവിതം അവർക്ക് അവഗണിക്കാൻ പറ്റുന്നില്ല എന്നതിന് അർത്ഥത്തോട് വേറെ അർത്ഥമൊന്നുമില്ല. അതായത് സതീശേട്ടൻ്റെ ഒക്കെ രാഷ്ട്രീയ പുസ്തകത്തില് മറക്കാൻ പറ്റാത്തൊരേടാണ് ഇത്ര ജി സുധാകരൻ. നീതിപൂർവമായിട്ടാണ് അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്ത് പെരുമാറിയിരുന്നത്. ഈ സർട്ടിഫിക്കറ്റ് കൂടെ സതീശേട്ടൻ ഇങ്ങോട്ട് കൊടുക്കണ കണ്ടപ്പോൾ കേന്ദ്രത്തിൽ ഇതുവരെ പ്രഖ്യാപിക്കാത്ത ഒരു പദ്ധതി ഇവിടെ വെച്ച് ഒരാൾ പ്രഖ്യാപിച്ചു. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം വിശിഷ്ട വ്യക്തിത്വങ്ങളെ കാണുകയും ആദരിക്കുകയും അഴിമതിയില്ലാത്ത പൊതു പ്രവർത്തകരെ കണ്ട് അവരെ ബഹുമാനിക്കുകയും ചെയ്യേണ്ട സംഘടനാപരമായ ഒരു ദൗത്യ നിർവഹണത്തിന്റെ ഭാഗമായി ആലപ്പുഴ ജില്ലാ പ്രസിഡന്റും ഞാനും ജി സുധാകരൻ എന്ന സത്യസന്ധനായ കമ്മ്യൂണിസ്റ്റിനെ അഴിമതിയില്ലാത്ത പൊതുപ്രവർത്തനം നടത്തുന്ന ജി സുധാകരൻ എന്ന മുൻ മന്ത്രിയെ കാണുവാൻ തീരുമാനിച്ചു. അങ്ങനെ വിശിഷ്ട വ്യക്തിയായിട്ടുള്ള അഴിമതിയില്ലാത്ത ജി സുധാകരനെ കാണാൻ ഗോപാലകൃഷ്ണൻജി അനുമതി തേടി. അദ്ദേഹത്തോട് അനുവാദം ചോദിച്ചു. നീ അങ്ങനെ തനിച്ച് ബുദ്ധിമുട്ടണ്ട, ഞങ്ങളൊക്കെ ബുദ്ധിമുട്ടാൻ തയ്യാറാണ്. അങ്ങയെ കാണണമെന്ന് ആഗ്രഹിക്കുന്നു, അങ്ങയെ ആദരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ആവശ്യം വളരെ ലളിതാണ്. ഒന്ന് കാണണം, ഒന്ന് കെട്ടിപ്പിടിക്കണം, ഒന്ന് ആദരിക്കണം. അങ്ങനെ സതീശേട്ടന് മാത്രം സുധാകരേട്ടനെ സ്നേഹിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കാൻ ഗോപാലകൃഷ്ണേട്ടന് മനസ്സ് വന്നില്ല. അല്ല, എന്നിട്ട് നിങ്ങളെ കാണാൻ സമ്മതിച്ചോ? ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എന്നെ ഞെട്ടിപ്പിച്ചത് അതെന്തേ വാതിൽ തുറന്നില്ലേ? അദ്ദേഹത്തിന്റെ ലാളിത്യമായിരുന്നു. ഞങ്ങൾ ഗേറ്റിന്റെ അവിടെ അല്പം വൈകിയാണ് എത്തിയത്. പറഞ്ഞ സമയത്തേക്കാൾ വൈകി. പക്ഷേ ഗേറ്റിന്റെ അവിടെ വന്ന് അദ്ദേഹം ഞങ്ങളെ സ്വീകരിച്ചു. വീട്ടിക്ക് വരുന്നവരെ ഗേറ്റിന്റെ അവിടെ പോയിട്ട് സ്വീകരിച്ചു കൊണ്ടുവരുന്നത് ഗോപാലകൃഷ്ണേട്ടന് ആദ്യമായിട്ടാണ് തോന്നുന്നു കാണുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ നെട്ടേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹത്തിന്റെ വീടിന്റെ ഉള്ളിൽ പോയി ഞങ്ങൾ ഇരുന്നു. അപ്പൊ പിന്നെ എന്തായാലും നെട്ടണം. കാരണം വീട്ടിക്ക് വരുന്നവർക്ക് ഇരിക്കാനൊരു കസേര കൊടുത്താൽ എന്തായാലും നെട്ടണമല്ലോ. കാരണം സ്റ്റേജിൽ നിന്ന് കസേര കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട്
പിണങ്ങിപ്പോരുന്നവരുടെ പാർട്ടിയല്ലേ? ഏകാത്മ മാനവ ദർശനം എന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ അടിസ്ഥാന മൂലഗ്രന്ഥം, പ്രത്യയശാസ്ത്ര ഗ്രന്ഥം അദ്ദേഹത്തിന് സമ്മാനിക്കുവാൻ വേണ്ടിയാണ് പോയത്. എന്നിട്ട് ആ ഗ്രന്ഥം വായിച്ചോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാനിത് വായിക്കും, ഞാനിത് വായിച്ച് വിലയിരുത്തും. അല്ലെ, ഈ ഗ്രന്ഥം ഇങ്ങനെ കൈക്ക് വെച്ചുകൊടുത്തപ്പോ നിങ്ങൾക്ക് എന്താ തോന്നിയേ? ഭാരതീയ ജനതാ പാർട്ടിയുടെ ആശയത്തെ മൗനം കൊണ്ട് അദ്ദേഹം സമ്മതിച്ചു. എന്നിട്ട് എങ്ങനെ മൂപ്പരെ മനസ്സിൽ കയറി പറ്റിയോ? അദ്ദേഹത്തിന്റെ പകുതി മനസ്സ് ഞങ്ങളോടൊപ്പമാണ് എന്ന് 100% എനിക്ക് പറയാൻ കഴിയും. സതീഷേട്ടാ, ഇവിടെ ഗ്രന്ഥമൊക്കെ കൊടുത്ത് മൂപ്പരുടെ പകുതി മനസ്സ് സ്വന്താക്കിട്ടോ. നിങ്ങളെ സ്നേഹം നീ സുധാകരേട്ടന് വേണ്ടി വരൂലേ? കാണാൻ പോണ പൂരം നമ്മൾ നേരത്തെ പറഞ്ഞറിയിക്കാൻ പാടില്ല. പക്ഷെ കാണാൻ പോകുന്നത് ഒരൊറ്റ പൂരം മാത്രം ആവൂല. ഡസൻ കണക്കിന് പൂരങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ആളുകൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇതോടെ ഇന്നത്തെ പ്രൈം ടൈം അവസാനിക്കുന്നു. ഇനി നമ്മൾ കാണുക നാളെ രാവിലെ 7 മണിക്ക് മോർണിംഗ് ഷോയിൽ. നിങ്ങൾക്കൊരു നല്ല രാത്രി ഞാൻ നേരുന്നു.